Good afternoon. എല്ലാവരെയും ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യും. കാറ്റഗറി നമ്പർ 404/2021 കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷന്റെ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഗ്രേഡ് 1 പരീക്ഷയാണ് ഇന്ന് നടന്നത്. ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ നിലവാരമുള്ള ഒരു ചോദ്യ പേപ്പറാണ് നമ്മൾ ഇന്ന് കണ്ടത്. അത്യാവശ്യം ന്യൂമറിക്കൽ പ്രോബ്ലംസും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് സിലബസ് കവർ ചെയ്ത് ഒരാൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്കിന്ന് കാണാൻ കഴിയും. അപ്പോൾ താമസിയാതെ തന്നെ നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലേക്ക് ഒന്ന് പോകാം. സോ നമുക്ക് സബ്ജക്ട് വൈസ് അനാലിസിസ് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് RCCയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. 20 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് RCCയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. കോഡിൽ നിന്നും പല IS കോഡിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിലും എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിൽ നിന്നും 10 ക്വസ്റ്റ്യൻസ് വീതം നമുക്ക് വന്നിട്ടുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൽ നിന്നും 7 ക്വസ്റ്റ്യൻ ഉണ്ട്. എസ്റ്റിമേഷനിൽ നിന്നും 7 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുകൂടാതെ ബിൽഡിംഗ് മെറ്റീരിയൽസിൽ നിന്നും 9 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ സ്ട്രക്ചർ അനാലിസിസ്, ഫ്ലൂയിഡ് മെക്കാനിക്സ് 6 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഈ 2 സബ്ജക്ട്സിലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ സബ്ജക്ട്സും ഒരുവിധം തന്നെ കവർ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമുക്ക് കിട്ടിയത്. അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1 സ്ട്രക്ചറൽ അനാലിസിസിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ഇത് പ്രീവിയസ് ആയിട്ട് നമുക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. ദ സ്ട്രെയിൻ എനർജി ഡ്യൂ ടു ബെൻഡിങ് സ്ട്രെസ്സസ്. അപ്പൊ നമുക്കറിയാം സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ലോഡ് ഇൻറ്റു ഡിഫ്ലക്ഷൻ ആണ്. അപ്പൊ അതിൽ നിന്നും ഡിറൈവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഫൈനലായിട്ട് നമുക്ക് കിട്ടുന്നത് ഇന്റഗ്രൽ 0 to L m²/2EI dx ആണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 1 ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, m² dx/2EI, ഇന്റഗ്രൽ ഓഫ് ദി പർട്ടിക്കുലർ വാല്യൂ. The next question. A cantilever is subjected to a uniformly distributed load W kilonewton per meter. It is propped by a spring of stiffness K to the same level as that of the fixed end before loading. Then the reaction at the prop will be. So question ഇങ്ങനെയാണ്. ഇതും സെയിം സ്ട്രക്ചറൽ അനാലിസിസിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ പ്രോപ്ഡ് കാൻഡിലിവർ ആണ് ആൻഡ് സ്പ്രിങ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമുക്കറിയാം ഡിഫ്ലക്ഷൻ അറ്റ് ബി ഡ്യൂ ടു UDL എന്ന് പറയുന്നത് WL⁴/ETA ആണ്. സോ കൺസിഡർ LB ദി സ്പ്രിങ് ഫോഴ്സ്. സോ നമുക്കറിയാം ഡിഫ്ലക്ഷൻ അറ്റ് ബി മൈനസ് ഡിഫ്ലക്ഷൻ ഡ്യൂ ടു സ്പ്രിങ് ഇസ് ഈക്വൽ ടു ഡിഫ്ലക്ഷൻ ഡ്യൂ ടു സ്പ്രിങ് ഫോഴ്സ് ആൻഡ് റിയാക്ഷൻ. അപ്പൊ അതിൽ നമുക്ക് ഓരോന്നിനെ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് റിയാക്ഷൻ കിട്ടും 3/8 WL ഡിവൈഡഡ് ബൈ 1 പ്ലസ് 3EI/KL³. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി WL ഇൻറ്റു 3/8 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 3EI/KL³. Now, question number 3. In a beam of length L, 4 possible influence line diagrams for shear force at a section located at a distance of L/4 from the left and support PQRS ആണ് supports ആയിട്ട് തന്നിരിക്കുന്നത്, are shown below. The correct influence line diagram is. ഇത് നമുക്ക് സ്ട്രക്ചർ അനാലിസിസിൽ വരുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ ഇവിടെ ഒരു കോൺസെൻട്രേറ്റഡ് ലോഡിന്റെ ആണ് കേസ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഒരു കോൺസെൻട്രേറ്റഡ് ലോഡിന്റെ ഇൻഫ്ലുവൻസ് ഡയഗ്രം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതുപോലെയാണ് ഒരു കോൺസെൻട്രേറ്റഡ് ലോഡിന്റെ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രം വരിക. അപ്പൊ അതില് നമുക്ക് ഈ ഓർഡിനേറ്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആ ഓർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം ലോഡിങ് എവിടെയാണ് വരുന്നത്, ലെഫ്റ്റിൽ നിന്നും L/4 ഡിസ്റ്റൻസിലാണ് വരിക. അപ്പൊ ഈ എക്സിന് നമ്മൾ L/4 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. 1 - x/L x/L ആണ് വരിക. സോ എക്സിന് L/4 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓർഡിനേറ്റ്സ് 0.75 0.25 ആണ്. സോ ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. കാരണം ഈ ഒരു ലോഡിംഗ് കണ്ടീഷൻ അല്ലെങ്കിൽ ഈ ഒരു ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രത്തിലാണ് കറക്റ്റ് ആയിട്ട് നമുക്ക് ഓർഡിനേറ്റ്സ് വരുന്നത് 0.75 and 0.25. സോ ഓപ്ഷൻ എ ഇസ് ദി ആൻസർ. Okay, then fourth question. ഇതും സ്ട്രക്ചറൽ അനാലിസിസിൽ തന്നെ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. A 3-hinged parabolic arch having a span of 20 meter and a rise of 5 meter carries a point load of 10 kilonewton at the quarter span from the left end as shown in figure. The resultant reaction at the left support is.
ഇപ്പോൾ ക്വസ്റ്റ്യൻ 3-hinged parabolic beam ആണ് and a concentrated load is situated at the left portion, അതായത് 5 meter from the left. നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് പറയുന്നത് റിസൾട്ടന്റ് റിയാക്ഷൻ അറ്റ് ലെഫ്റ്റ് സപ്പോർട്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഒന്നും കൂടി ശ്രദ്ധിക്കുക, റിസൾട്ടന്റ് റിയാക്ഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എ എന്ന് പറയുന്ന പോയിന്റിലെയും ബി എന്ന് പറയുന്ന പോയിന്റിലെയും റിയാക്ഷൻ ആണ്. അതിന് നമുക്ക് ഇക്വിലിബ്രിയം കണ്ടീഷൻസ് യൂസ് ചെയ്യാം. മൊമെന്റ് അതായത് സിഗ്മ എം എ ഈക്വൽ ടു 0 എന്ന് പറയുന്ന കണ്ടീഷൻ എടുക്കാം. ഈ രണ്ട് കണ്ടീഷൻ സോൾവ് ചെയ്യുമ്പോൾ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദി വാല്യൂസ് ആർ എ ആൻഡ് ആർ ബി. അതുപോലെ തന്നെ മൊമെന്റിന്റെ കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഹൊറിസോണ്ടൽ ത്രസ്റ്റും നമുക്ക് കിട്ടും. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഈ ലെഫ്റ്റ് സപ്പോർട്ടിലെ റിസൾട്ടന്റ് റിയാക്ഷൻ ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് റിസൾട്ടന്റ് റിയാക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ഇക്വേഷൻ, നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് ആർ എ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ എന്ന് പറയുന്ന ഫോർമുല നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിസൾട്ടന്റ് റിയാക്ഷൻ 9.01 kN എന്ന് കിട്ടും. അപ്പോൾ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിച്ചു നോക്കേണ്ട കാര്യം റിസൾട്ടന്റ് റിയാക്ഷൻ ആണ് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറയുന്നത്. സോ നമുക്ക് ഈ ഫൈനൽ ഇക്വേഷൻ ഹൊറിസോണ്ടൽ ത്രസ്റ്റും ആർ എയും കണ്ടുപിടിച്ചതിന് ശേഷം അതിന്റെ സം ഓഫ് സ്ക്വയർ റൂട്ട്സ് എടുക്കുക. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ 9.01 kN. Question number 5. A similarly supported beam is subjected to a uniformly distributed load of intensity W per unit length on half of the span from 1 end. നമുക്ക് ആ ബീമിന്റെ ഹോൾ പോർഷൻ UDL ആയിട്ടല്ല, ഹാഫ് നമുക്ക് UDL ആയിട്ടാണ് തന്നിരിക്കുന്നത്. The length of the span and the flexural stiffness are denoted as I and EI respectively. The deflection at the mid span of the beam is. അപ്പൊ ഇത് നമുക്ക് അത്യാവശ്യം എളുപ്പമുള്ള ഒരു സ്ട്രക്ചറൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഹാഫ് ദ സ്പാനിൽ UDL വരുന്ന കേസാണ് നമുക്ക് തന്നിരിക്കുന്നത്. പക്ഷെ നമുക്കറിയാം ഫുൾ സ്പാനിൽ UDL വന്നാലുള്ള എക്സ്പ്രഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, 5WL⁴/384 EI ആണ്. അപ്പൊ നമുക്ക് അതിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അതായത് ഒരു ഹാഫ് സ്പാനിൽ UDL വന്നാൽ അത് ലെഫ്റ്റിലും വരാം റൈറ്റിലും വരാം. അപ്പൊ അതിനെ നമ്മൾ Δ1 + Δ2 ഡിഫ്ലക്ഷൻ 1 + ഡിഫ്ലക്ഷൻ 2 എന്നുള്ള രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അൺനോൺ ആയിട്ട് ഒരു മിഡ് സ്പാനിൽ UDL വന്നാൽ എത്ര കിട്ടും എന്നുള്ളത് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് എത്രയാണ് കിട്ടുക, 5WL⁴/768 EI എന്ന് കിട്ടും. സോ ഈ ക്വസ്റ്റ്യനിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 5WL⁴/768 EI. Then 6th question, find the force in the member AB. ഇപ്പൊ ക്വസ്റ്റ്യനിൽ ഫിഗർ തന്നിട്ടുണ്ട്, ഇതിലെ മെമ്പർ ഫോഴ്സ് AB എന്ന് പറയുന്ന മെമ്പറിലെ ഫോഴ്സ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതും സെയിം നമ്മൾ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഹോൾ സ്ട്രക്ചറിന്റെ ഫസ്റ്റ് ഇക്വിലിബ്രിയം കണ്ടീഷൻ എടുക്കുക, RA + RB = 1 എന്ന് നമുക്ക് എടുക്കാം. സോ then taking moment about A എന്ന് പറയുന്ന പോയിന്റിൽ നമുക്ക് മൊമെന്റ് എടുക്കുമ്പോൾ RB എന്ന് പറയുന്ന റിയാക്ഷൻ 2 കിട്ടും. ഫസ്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ആണെങ്കിൽ നമുക്ക് RA ആൻഡ് RB ബോത്ത് റിയാക്ഷൻസ് നമുക്ക് കിട്ടും. റിയാക്ഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് RB എന്ന് പറയുന്ന മെമ്പർ ഫോഴ്സ് ആണ്. RB ആണ് കണ്ടുപിടിക്കേണ്ടത്, സോറി RAB ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഈ മെമ്പറിലെ ഫോഴ്സ്. അപ്പോൾ ഇതിൽ നമുക്ക് അൺനോൺ ആയിട്ട് RA നമുക്കറിയാം, അതുപോലെ തന്നെ H അറിയാം. അപ്പൊ ഇത്രയും വെച്ചിട്ട് 2 നമുക്ക് ഇക്വേഷൻസ്, അതായത് സിഗ്മ V = 0 ആൻഡ് സിഗ്മ H = 0, ബോത്ത് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ റിയാക്ഷൻ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. 2 ഇക്വേഷൻസ് ആൻഡ് 2 അൺനോൺ, വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദീസ് മെമ്പർ ഫോഴ്സസ്. സോ നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നത് -2 kN ആണ്. -2 kN ആണ് AB എന്ന് പറയുന്ന മെമ്പർ ഫോഴ്സ് കിട്ടുന്നത്. സോ നെഗറ്റീവ് ആയത് കാരണം അതെന്തായിരിക്കും, കംപ്രഷൻ ആയിരിക്കും. സോ ആൻസർ എന്ന് പറയുന്നത് 2 kN കംപ്രഷൻ ആണ്. നമുക്ക് വേണമെങ്കിൽ അത് ഫിഗറിൽ മാർക്ക് ചെയ്തിട്ട് ഏത് ഡയറക്ഷൻ വെച്ചിട്ടും കംപ്രഷൻ ആണെന്ന് നോക്കാം. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ 2 kN. Now question number 7. The ratio of the theoretical critical buckling load for a column with fixed ends to that of another column with same dimensions and material but with pinned ends is equal to. അപ്പോൾ നമുക്കറിയാം യൂളേഴ്സിന്റെ ക്രിപ്ലിംഗ് ലോഡിന്റെ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, എന്താണ്, π²EI/L² ആണ് യൂളേഴ്സിന്റെ ക്രിപ്ലിംഗ് ലോഡ്. അപ്പൊ നമുക്ക് രണ്ട് കണ്ടീഷൻസ് ആണ് തന്നിരിക്കുന്നത്, ബോത്ത് എൻഡ്സ് ഫിക്സ്ഡും ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡും. അപ്പൊ രണ്ടിന്റെയും തിയററ്റിക്കൽ വാല്യൂസ് എടുക്കാനും കൂടി പ്രത്യേകമായിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രണ്ട് എൻഡ് ഹിഞ്ച്ഡ് ആണെങ്കിൽ നമുക്കറിയാം തിയററ്റിക്കൽ വാല്യൂ എത്ര വരും, എഫക്റ്റീവ് ലെങ്ത് = L എന്ന് തന്നെ വരും.
ബോത്ത് എൻഡ്സ് ഫിക്സ്ഡ് ആണെങ്കിൽ തിയററ്റിക്കൽ വാല്യൂ എന്ന് പറയുന്നത് L/2 വരും. ദാറ്റ് ഇസ് 0.5 ആയിട്ടാണ് വരിക. റെക്കമെൻഡഡ് വാല്യൂ ആണെങ്കിൽ 0.65 ആണ്. നമുക്കിവിടെ തിയററ്റിക്കൽ വാല്യൂ തന്നെ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ഫിക്സ്ഡിന്റെയും ഹിഞ്ച്ഡിന്റെയും വാല്യൂ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, സോ ഇവിടെ നമ്മുടെ ഓപ്ഷൻ ഇസ് ഓപ്ഷൻ ഡി, 4 ആണ് നമുക്ക് ആൻസർ വരുന്നത്. Then question number 8. A fixed beam AB of length L carries a concentrated load at midspan. The moment of inertia of the beam from either end to a distance of L/4 is I. And it is 2I for the remaining length. Then find out the fixed end moment at A will be. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. നമുക്ക് ക്വസ്റ്റ്യൻ എന്താ, ഒരു ഫിക്സഡ് ബീമാണ്, എ ബി എന്ന് പറയുന്നതാണ് ആ ഫിക്സഡ് ബീമിന്റെ ലെങ്ത്. ആൻഡ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി ബീം ഫ്രം എയ്തർ എൻഡ് ഫ്രം എ ഡിസ്റ്റൻസ് ഓഫ് L/4. അതായത് രണ്ട് സൈഡിൽ നിന്നും L/4 ഡിസ്റ്റൻസിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ഐയും ആൻഡ് റിമൈനിങ് ദാറ്റ് ഇസ് മിഡ് സ്പാനിലുള്ളത് 2I ആണ്. അതാണ് നമ്മുടെ കണ്ടീഷൻ. ആൻഡ് ഫൈൻഡ് ഔട്ട് ദി ഫിക്സഡ് എൻഡ് മൊമെന്റ്. അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല, അത്യാവശ്യം നമുക്ക് കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ഫിക്സഡ് എൻഡ് ബീം ആണ്. അതിൽ W എന്ന് പറയുന്ന ലോഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, കോൺസെൻട്രേറ്റഡ് ലോഡാണ്. സോ നമുക്ക് അതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാൻ പറ്റും. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? WL/4 ആയിരിക്കും. കാരണം എന്താ, ഫിക്സഡ് എൻഡ് മൊമെന്റിൽ ഫിക്സഡ് ബീം വിത്ത് എ കോൺസെൻട്രേറ്റഡ് ലോഡ് ആണ്. ഇനി അതിന്റെ തന്നെ നമുക്ക് ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം ഇങ്ങനെ വരയ്ക്കണമെങ്കിൽ ഈ WL/4 വരുന്നത് സിംപ്ലി സപ്പോർട്ടഡ് ബീമിനാണ്. അപ്പോൾ ഒരു ഫിക്സഡ് ബീമിനെ സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് കോൺസെൻട്രേറ്റഡ് ലോഡും ആൻഡ് ഒരു മൊമെന്റ് അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു ബീമായിട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് വണ്ണിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്ന് പറയുന്നത് WL/4 ആൻഡ് സെക്കൻഡ് വണ്ണിൻ്റെത് MO ആയിരിക്കും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ദെൻ M/EI ഡയഗ്രാം വരയ്ക്കുന്നു. M/EI ഡയഗ്രാം എന്ന് പറയുമ്പോൾ ബെൻഡിങ് മൊമെന്റ് ഡിവൈഡഡ് ബൈ EI വരും. സോ ഓരോ പോയിന്റിലും I വരുന്നത് കാരണം ഇവിടെ I ഒരു ഫാക്ടർ ആണ്. സോ ഓരോ പോയിന്റ്സിലും നമുക്ക് പറയുന്നുണ്ട് I എങ്ങനെയാണ് വേരി ചെയ്യുന്നത്. അതിനനുസരിച്ച് Iയുടെ വാല്യൂവിനനുസരിച്ച് നമ്മുടെ M/EI ഡയഗ്രാം ചേഞ്ച് ചെയ്യും. കാരണം രണ്ട് എൻഡിലും Iയുടെ വാല്യൂ എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് I ആണ്. അതുപോലെ തന്നെ മിഡ് സ്പാനിൽ 2I ആണ്. സോ അത് വേരി ചെയ്യുന്നതിനനുസരിച്ച് മിഡ് സ്പാനിൽ WL/8യും അതുപോലെ തന്നെ ഈ L/4 ഡിസ്റ്റൻസ് ഫ്രം ബോത്ത് രണ്ട് എൻഡിൽ നിന്നും L/4 ഡിസ്റ്റൻസിൽ WL/8യും ആണ് വരുന്നത്. സോ നമ്മുടെ M/EI ഡയഗ്രാം ഇങ്ങനെ വരും. അതുപോലെ തന്നെ മൊമെന്റ് അപ്ലൈ ചെയ്തിട്ടുള്ള ഡയഗ്രത്തിന്റെ M/EI ഡയഗ്രാം എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇനി നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മുടെ സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ മിഡ് സ്പാനിലുള്ള സ്ലോപ്പ് 0 ആയിരിക്കും. വി നോ ദാറ്റ്. ആൻഡ് അത് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അതായത് ഏരിയ ഓഫ് M/EI ഡയഗ്രാം എന്ന് പറയുന്നത് എന്താണ്? സ്ലോപ്പാണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്നറിയാം. നമ്മൾ M/EI ഡയഗ്രാം വരച്ചിട്ടുണ്ട്. ആൻഡ് ഏരിയ ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് അൺനോൺസ് ആണ് വരുന്നത്. എല്ലാ ബീമിനും I മാത്രമാണ് വേരി ചെയ്യുന്നത്. അതിനനുസരിച്ചിട്ടുള്ള നമ്മൾ M/EI ഡയഗ്രാം വരച്ചിട്ടുണ്ട്. സോ അതിന്റെ ഏരിയ കണ്ടുപിടിക്കുക. ഏരിയ കണ്ടുപിടിച്ചതിന് ശേഷം എന്ത് ചെയ്യുക? ഈ ഇക്വേഷനിൽ ഏരിയ ഓഫ് M/EI ഡയഗ്രാം ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് ഇക്വേറ്റ് ചെയ്യുക. ദെൻ അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഫിക്സഡ് എൻഡ് മൊമെന്റ് ആണ്. സോ M ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. M അതിൽ നിന്നും കണ്ടുപിടിക്കാൻ പറ്റും. സോ ദ ആൻസർ ഈസ് 5WL/48 എന്ന് കിട്ടും. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, 5WL/48 ആണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യനും സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്, പ്രിൻസിപ്പൽ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ വരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: എ സർക്കിൾ ഓഫ് ഡയമീറ്റർ 200 mm ഈസ് ഇൻസ്ക്രൈബ്ഡ് ഇൻസൈഡ് എ മൈൽഡ് സ്റ്റീൽ plate before it is stressed as shown in the figure. After the application of a tensile stress Fx, Fy and the shear stress Q, the circle deforms into an ellipse. The length of major axis of the ellipse is, and it is given that assume E equal to 200 GPa and Poisson's ratio equal to 0.25. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. അതായത് നമുക്ക് y ഡയറക്ഷൻ Fyയും Fxും അതുപോലെ തന്നെ ഷിയർ സ്ട്രെസ്സിന്റെ വാല്യൂസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്.
അപ്പൊ ഇതിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സും മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്സും കണ്ടുപിടിക്കുന്നു. അപ്പൊ അതിനുള്ള ഇക്വേഷൻസ് നമുക്കറിയാം. എല്ലാ അൺനോൺസും നമുക്ക്, അതായത് ഇക്വേഷൻസിലുള്ള അൺനോൺസ് എല്ലാം നമുക്ക് ക്വസ്റ്റ്യനിൽ അവൈലബിൾ ആണ്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സും അതുപോലെ തന്നെ മൈനസ് പ്രിൻസിപ്പൽ സ്ട്രെസ്സും നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നു. അത് കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിൻസിപ്പൽ സ്ട്രെയിൻസ് കണ്ടുപിടിക്കാൻ പറ്റും. സോ പ്രിൻസിപ്പൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് സിഗ്മ മേജർ ഡിവൈഡഡ് ബൈ ഇ മൈനസ് 2 റോ സിഗ്മ മൈനർ ഡിവൈഡഡ് ബൈ ഇ ആണ്. ഓക്കെ, അപ്പൊ അതിൽ നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, സ്ട്രെയിൻ, പ്രിൻസിപ്പൽ സ്ട്രെയിനും കിട്ടും, പ്രിൻസിപ്പൽ സ്ട്രെയിൻ കിട്ടും. സോ പ്രിൻസിപ്പൽ സ്ട്രെയിനിന്റെ വാല്യൂ നമുക്കറിയാം. അതുപോലെ മേജർ പ്രിൻസിപ്പൽ സ്ട്രെയിനും കിട്ടും, മൈനർ പ്രിൻസിപ്പൽ സ്ട്രെയിനും കിട്ടും. ആൻഡ് ചേഞ്ച് ഇൻ സ്ട്രെയിൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് ഡയമീറ്റർ ഓഫ് സർക്കിൾ ഡെൽറ്റ ഡി എന്ന് പറയുന്നത്, നമുക്ക് ഡി എന്ന് പറയുന്ന ഡയമീറ്റർ തന്നിട്ടുണ്ട്. നമ്മൾ അതിനകത്തൊരു സർക്കിൾ ഇൻസ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സർക്കിളിന്റെ ഡയമീറ്റർ 200 mm ആണെന്ന് തന്നിട്ടുണ്ട്. സോ അത് ഡയമീറ്റർ മൾട്ടിപ്ലൈഡ് വിത്ത് മേജർ പ്രിൻസിപ്പൽ സ്ട്രെയിൻ ചെയ്യുമ്പോൾ നമുക്ക് ആ മേജർ ആക്സിസിന്റെ ചേഞ്ച് ഇൻ ലെങ്ത് കിട്ടും. സോ നമുക്ക് ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് ഡയമീറ്റർ ഓഫ് എ സർക്കിൾ കിട്ടും. അപ്പൊ മേജർ പ്രിൻസിപ്പൽ സ്ട്രെയിൻ ആണ് ചെയ്യുന്നതെങ്കിൽ മേജർ ഡയമീറ്ററിന്റെ വേരിയേഷൻ കിട്ടും, മൈനർ പ്രിൻസിപ്പൽ ആണെങ്കിൽ മൈനർ പ്രിൻസിപ്പൽ സ്ട്രെയിന്റെ വേരിയേഷൻ കിട്ടും. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ മേജർ ആക്സിസിന്റെ ഡിഫോർമേഷൻ അല്ലെങ്കിൽ ലെങ്ത് ആണ്, എലിപ്സിന്റെ ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് മേജറിന്റെ കാര്യം മാത്രം കണ്ടുപിടിച്ചാൽ മതി. സോ ആൻസർ 0.2198 എന്ന് കിട്ടും. അപ്പൊ ഈ കിട്ടിയത് ചേഞ്ച് ഇൻ ലെങ്ത് ആണ്. ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് മേജർ ആക്സിസിന്റെ ലെങ്ത് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യണം, ചേഞ്ച് ഇൻ ലെങ്ത്, ഒറിജിനൽ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 200 ആണ്, അതിന്റെ കൂടെ ആഡ് ചെയ്യുക ചേഞ്ച് ഇൻ ലെങ്ത്. സോ ദ ആൻസർ ഈസ് 200.22 mm. Okay, so the answer is 200.22 mm. Okay, then 10th question. അപ്പോൾ ഏകദേശം മോസും എസ്സേയിലെയും ക്വസ്റ്റ്യൻസ് ഈ ക്വസ്റ്റ്യനോടെ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇതിന്റെ ഒരു അനാലിസിസ് പറയുകയാണെങ്കിൽ അത്യാവശ്യം ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് കാൽക്കുലേഷൻ ആണെങ്കിലും ഉണ്ട്, ടൈം കൺസ്യൂമിങ്ങും ആണ്. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 2 vertical bars, one steel and other of bronze, each 2 meter long and of equal area of cross section, having vertically with a 700 mm distance between their axes. A rigid member is connected to the lower end of a bars and calculate at what distance from the steel bar should a concentrated load of 70 kN be applied on the rigid member so that the elongation of the bronze bar will be 1.5 times that of steel bar. Take the modulus of elasticity of steel and bronze as 200 GPa and 100 GPa respectively. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ഡിസ്റ്റൻസ് ഫ്രം വിച്ച് ദ സ്റ്റീൽ ബാർ ഷുഡ് എ കോൺസെൻട്രേറ്റഡ് ലോഡ് ഓഫ് 70 kN ഈസ് അപ്ലൈ. അപ്പോൾ ക്വസ്റ്റ്യനിൽ അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്കൊരു ഫിഗർ ക്വസ്റ്റ്യനിൽ കാണിച്ചിട്ടുണ്ട്. സോ നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമുക്കറിയാം ഡിഫോർമേഷൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ അറിയാം, PL/AE ആണ്. സോ 2 മെറ്റീരിയൽ ഉണ്ട്, ബ്രോൺസും സ്റ്റീലും ഇവിടെ ഉണ്ട്. സോ രണ്ടെണ്ണത്തിന്റെയും എന്താണ് മെറ്റീരിയൽ സെയിം ആയിരിക്കും, മെറ്റീരിയലിന്റെ ഡിഫോർമേഷൻ സെയിം ആയിരിക്കും. സോ ഡിഫോർമേഷൻ ഇക്വേറ്റ് ചെയ്യുക. ഡിഫോർമേഷൻ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ അൺനോൺ എന്ന് പറയുന്നത് നമുക്ക് ലെങ്ത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഏരിയ തന്നിട്ടുണ്ട്, ആൻഡ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ അത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു റിലേഷൻ PBയും PSും, അതായത് സ്റ്റീലിലെയും ബ്രോൺസിലെയും ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും, ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടും. ആൻഡ് വെർട്ടിക്കൽ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് 70 kN ആണ്. ആൻഡ് വെർട്ടിക്കൽ ഫോഴ്സ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ PB = 30 kN. PBയും PSും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്, ആ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ടേക്കിംഗ് മൊമെന്റ് അബൌട്ട് സ്റ്റീലിലെ മൊമെന്റ് എടുക്കുക, വിച്ച് ഈസ് ഇക്വേറ്റ് വിത്ത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടും. സോ ദ ആൻസർ 300 mm ആണ്. സോ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 300 mm ആയിരിക്കും. സോ ആൻസർ ഈസ് ഓപ്ഷൻ D, 300 mm. ക്വസ്റ്റ്യൻ നമ്പർ 11. അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ സ്ട്രക്ചർ അനാലിസിസിനുള്ള ചോദ്യങ്ങൾ കഴിയാണ്. ഇനി നമുക്ക് ഫ്ലൂയിഡ് മെക്കാനിക്സും വാട്ടർ റിസോഴ്സും ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. So question number 11, the ordinates of a 2-hour unit hydrograph at 1 hour intervals starting from time t is equal to 0 തന്നിട്ടുണ്ട്. 0, 3, 8, 6, 3, 2 and 0. A storm of 6.6 cm occurs uniformly over the catchment in 3 hours. If the phi index is 2 mm per hour and the base flow is 5 cumex, the peak flow of the storm is.
അപ്പൊ ചുരുക്കി പറഞ്ഞ ഈ ക്വസ്റ്റിനിൽ നമുക്ക് തന്നിരിക്കുന്നത് ഒരു 2 hour യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് ആണ്. അതിനുശേഷം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 3 മണിക്കൂർ മഴ പെയ്തപ്പോൾ എത്ര സെന്റിമീറ്റർ ആണ് മഴ പെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. 6.6 സെന്റിമീറ്റർ മഴ പെയ്തു. അപ്പൊ നമ്മളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് ഈ 3 അവർ പെയ്ത മഴയുടെ ഫ്ലഡ് ഹൈഡ്രോഗ്രാഫിന്റെ പീക്കാണ് നമ്മുടെ ചോദ്യം. തന്നിരിക്കുന്ന യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് ആണ്, അതിൽ നിന്ന് നമ്മൾ തിരിച്ച് ഫ്ലഡ് ഹൈഡ്രോഗ്രാഫ് വരെ വരാം. അപ്പൊ അതിനായിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് എസ് ഹൈഡ്രോഗ്രാഫിന്റെ ടെക്നിക്കാണ്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു 2 hour യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിന്റെ വാല്യൂസ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് 2 hourനെ 3 hour ആക്കണമെങ്കിൽ ഏത് മെത്തേഡ് വേണം? എസ് ഹൈഡ്രോഗ്രാഫ് മെത്തേഡാണ് വേണ്ടത്. അപ്പൊ ആ 2 hourനെ 3 hour ആക്കാൻ വേണ്ടി ആദ്യം നമ്മൾ എസ് ഹൈഡ്രോഗ്രാഫ് ടെക്നിക്ക് അനുസരിച്ച് 2 മണിക്കൂർ വെച്ച് ലാഗ് ചെയ്യാം. തന്നിരിക്കുന്ന യുഎച്ചിന്റെ ഓർഡിനേറ്റ്സിനെ 2 മണിക്കൂർ വെച്ച് ലാഗ് ചെയ്യും. ആ ലാഗ് ചെയ്തിട്ട് അതിന്റെ സം നമ്മൾ എടുത്തു. അപ്പൊ ലാഗ് ചെയ്തതിന്റെ സം എടുക്കുമ്പോൾ എന്തായി? എസ് ഹൈഡ്രോഗ്രാഫ് ആയിട്ട് അത് മാറി. 2 hourന്റെ എസ് ഹൈഡ്രോഗ്രാഫ് ആയിട്ട് കിട്ടി. ഇനി ഈ 2 hourനെ നമ്മൾ 3 hour ആക്കാൻ പോവാം. അപ്പൊ അതിനായിട്ട് ഈ കിട്ടിയ എസ് ഹൈഡ്രോഗ്രാഫ് ഓർഡിനേറ്റിനെ 3 hour വെച്ചിട്ട് ലാഗ് ചെയ്തിരിക്കുക. ആ ലാഗ് ചെയ്ത് ഇത് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിച്ചു. ഡിഫറൻസ് ബിറ്റ്വീൻ ദി എസ് ഹൈഡ്രോഗ്രാഫ് ഓർഡിനേറ്റ് ആൻഡ് ദ ലാഗ് ഓർഡിനേറ്റ്സ്. അപ്പൊ നമുക്ക് ഡെൽറ്റ വൈ കിട്ടും. ഈ ഡെൽറ്റ വൈയിൽ നമ്മൾ എന്താണ് ചെയ്തിരിക്കുന്നത്? നമുക്ക് തന്നിരിക്കുന്നത് 2 hour ആണ്, കണ്ടുപിടിക്കേണ്ടത് 3 hour ആണ്. അപ്പൊ ഡെൽറ്റ വൈ ഇൻറ്റു T0 ബൈ സ്മോൾ T0, അതായത് ഡെൽറ്റ വൈ ഇൻറ്റു തന്നിരിക്കുന്ന 2 ആണ്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 3 ആണ്. അപ്പൊ അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 3 hour യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിന്റെ ഓർഡിനേറ്റ്സ് കിട്ടും. അപ്പൊ അതിന്റെ പീക്ക് ആയിട്ട് ഇവിടെ റൗണ്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. 6 ക്യുമെക്സ് ആണ് നമുക്ക് പീക്ക് ആയിട്ട് കിട്ടുക. അപ്പൊ നമുക്ക് പീക്ക് കിട്ടി. അപ്പൊ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഫ്ലഡ് ഹൈഡ്രോഗ്രാഫിന്റെ പീക്ക് എത്രയാണെന്നാണ്. നമ്മളിപ്പോ 3 hour യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിന്റെ പീക്ക് കണ്ടുപിടിച്ചു. ഇനി ഫൈ ഇൻഡെക്സ് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഫൈ ഇൻഡെക്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം, P മൈനസ് ആർ ബൈ ടി ആണ്. അപ്പൊ അതിനകത്ത് നിന്നും റൺ ഓഫ് എത്രയാണെന്ന് കിട്ടും. അപ്പൊ റൺ ഓഫ് നമുക്ക് 6 സെന്റിമീറ്റർ ആയിട്ടാണ് കിട്ടുക. അപ്പൊ നമുക്കറിയാം ടോട്ടൽ റൺ ഓഫ് ഡെപ്തിനെ നമ്മൾ ഡയറക്റ്റ് റൺ ഓഫിനെ ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് അത് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് ആയിട്ട് മാറുന്നത്. 1 സെന്റിമീറ്ററിന്റെ വാല്യൂ ആയിട്ട് മാറും. അപ്പൊ നമുക്ക് 6 സെന്റിമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യാം? ഈ 3 hour യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിന്റെ പീക്കിനെ 3 hour ഡയറക്റ്റ് റൺ ഓഫ് ആയിട്ട് മാറ്റാം. അതിനെന്ത് ചെയ്താൽ മതി? 1 സെന്റിമീറ്ററിന്റെ വാല്യൂ ആണ് 6 ക്യുമെക്സ് എന്ന് പറയും. അപ്പൊ 6 സെന്റിമീറ്ററിന്റെ 6 into 6 36 ക്യുമെക്സ് എന്ന് കിട്ടും. പക്ഷെ നമുക്കത് പോരാ, ഫ്ലഡ് ഹൈഡ്രോഗ്രാഫിന്റെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഫ്ലഡ് ഹൈഡ്രോഗ്രാഫ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡയറക്റ്റ് റൺ ഓഫ് പ്ലസ് ബേസ് ഫ്ലോ എന്ന് ചെയ്യണം. അപ്പോൾ 41 ക്യുമെക്സ് അല്ലെങ്കിൽ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് കിട്ടും. സോ നമ്മുടെ ആൻസർ ആയിട്ട് ഈ പ്രോബ്ലത്തിന് വരുന്നത് ഓപ്ഷൻ സി ആണ്, 41 ക്യുമെക്സ്. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു 3 ലെവലായിട്ടാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് തന്നിരിക്കുന്നത് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് ആണ്, 2 hour യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ്. അതിനെ 3 hour യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് ആയിട്ട് മാറ്റുന്നു, അതിന്റെ പീക്ക് എടുക്കുന്നു, അതിനെ ഡയറക്റ്റ് റൺ ഓഫ് ഓർഡിനേറ്റ് ആക്കുന്നു, അതിൽ നിന്നും ബേസ് ഫ്ലോ ആഡ് ചെയ്ത് ഫ്ലഡ് ഹൈഡ്രോഗ്രാഫ് ആണ്. സോ ഓപ്ഷൻ സി ഇസ് ദി ആൻസർ. Question number 12. Which one is the possible case of an S2 profile? അപ്പൊ ഇത് ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. നമുക്കറിയാം മൈൽഡ് സ്ലോപ്പ് ഉണ്ട്, സ്റ്റീപ്പ് സ്ലോപ്പ് ഉണ്ട്, ക്രിട്ടിക്കൽ സ്ലോപ്പ് ഉണ്ട്. നമ്മൾ ഒരുപാട് സ്ലോപ്സ് പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സ്റ്റീപ്പ് സ്ലോപ്പിന്റെ കാര്യമാണ്. അപ്പൊ ഈ സ്റ്റീപ്പ് സ്ലോപ്പ് ചാനലിൽ S2 പ്രൊഫൈൽ ആണ് ചോദ്യം. അപ്പൊ S2 പ്രൊഫൈൽ ആണെങ്കിൽ നമുക്കറിയാം ആ കർവിന്റെ ഷേപ്പ് എങ്ങനെയാണ്? ഒരു ഡ്രോ ഡൗൺ കർവ് ആണ് നമുക്ക് വരിക. അപ്പൊ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിനകത്ത് നമുക്കൊരു ഡ്രോ ഡൗൺ ക്രിയേറ്റ് ചെയ്യുന്ന കേസ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ദ ഫ്ലോ ജസ്റ്റ് അറ്റ് ദ ഡൗൺ സ്ട്രീം ഓഫ് എ സ്റ്റീപ്പ് സ്ലോപ്പ് ചാനൽ. അവിടെയാണ് നമുക്കൊരു ഡ്രോ ഡൗൺ കർവ് ഒബ്സർവ് ചെയ്യാൻ പറ്റും. സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. Now, question number 13. A discharge of 30 liters per second was measured by using a right-angled triangular notch. While measuring the head over the notch, an error of 1.5 mm was made. If the coefficient of discharge for the notch is 0.62, the percentage error in the discharge measurement will be approximate. അപ്പൊ ഇതും നമുക്ക് ഫ്ലൂയിഡ് മെക്കാനിക്സിൽ തന്നെ വരുന്ന ഒരു ചോദ്യമാണ്. നോച്ചസ് ആൻഡ് വിയേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ വരിക. അപ്പൊ ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പൊ നമുക്കറിയാം ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കുലർ നോച്ച് അല്ലെങ്കിൽ സാധാരണ ഒരു ട്രയാങ്കുലർ നോച്ച് ആണെങ്കിൽ അതിന്റെ ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ
Q is equal to 8/15 CD tan theta by 2 root 2G H raised to 5/2 ആണ്. അപ്പോൾ ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കുലർ നോച്ച് ആണ് പറയുന്നുണ്ട്. അപ്പോൾ തീറ്റ നമുക്ക് എന്ത് കൊടുക്കാം? 90 ഡിഗ്രി കൊടുക്കാം. അപ്പോൾ tan theta by 2 എന്ന് പറയുമ്പോൾ tan 45 ആയിട്ട് വരും. CD കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് 0.62 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഡിസ്ചാർജിന്റെ വാല്യൂ ഇൻ ലിറ്റേഴ്സ് ആണ് തന്നിരിക്കുന്നത്. അതിന് നമ്മൾ സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ നമുക്ക് H എന്ന് പറയുന്നത് 21.11 സെന്റിമീറ്റർ ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ ചേഞ്ച് ഇൻ ഡിസ്ചാർജ് അല്ലെങ്കിൽ എറർ ഇൻ ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഒരു ട്രയാങ്കുലർ നോച്ച് ആണെങ്കിൽ 5/2 DH/H ആണ്. അതേസമയം റെക്ടാങ്കുലർ നോച്ച് ആണെങ്കിൽ 3/2 DH/H ആണ് വരിക. അപ്പൊ നമുക്കിപ്പോ Hന്റെ വാല്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എറർ ഓൾറെഡി തന്നിട്ടുണ്ട്. ക്വസ്റ്റിന് പറയുന്നുണ്ട് DHന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.15 ആണെന്ന് പറയുന്നുണ്ട്. 1.5 mm എന്ന് പറയുന്നു. സോ 0.15 സെന്റിമീറ്റർ. അപ്പൊ നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ഇക്വേഷനിൽ 5/2 DH/H സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൻസർ വരുന്നത് അപ്രോക്സിമേറ്റ്ലി 1.77% ആണ്. സോ ഈ ക്വസ്റ്റ്യനിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് കിട്ടുന്ന 1.77 ആണ്. അതിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്നത് 1.75 ആണ്. സോ ഓപ്ഷൻ ഡി ഇസ് ദി ആൻസർ. Now question number 40. ഇതും ഫ്ലൂയിഡ് മെക്കാനിക്സിൽ തന്നെയുള്ള ഒരു ചോദ്യമാണ്. 2 pipelines, one carrying oil of relative density 0.9 and other carrying water are connected to a manometer as shown in the figure. By what amount the pressure in water pipeline should be increased so that mercury levels in both the limbs of the manometer become equal? അപ്പോൾ ഇത് നമുക്ക് ഡിഫറൻഷ്യൽ മാനോമീറ്റേഴ്സ് വരുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഫിഗർ നോക്കിയാൽ അറിയാം മെർക്കുറി ലെവൽസ് രണ്ട് ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എങ്ങനെ പ്രഷർ ഇൻക്രീസ് ചെയ്താൽ ഈ മെർക്കുറി ലെവൽസ് ഈക്വൽ ആക്കാം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ മാനോമീറ്റേഴ്സ് ചെയ്യുന്നത് പോലെ നമ്മൾ രണ്ട് സൈഡും കൂടി ഇക്വേറ്റ് ചെയ്യാം. അതായത് ലെഫ്റ്റ് ലിംബിലെയും റൈറ്റ് ലിംബിലെയും പ്രഷർ തമ്മിൽ നമ്മൾ ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഫിഗർ വെച്ചിട്ട് ഡിഫറൻസ് ഇൻ പ്രഷർ എന്ന് പറയുന്നത് 14.91 കിലോ പാസ്കൽ എന്ന് കിട്ടും. ദാറ്റ് ഇസ് PA + ρGH is equal to PB + ρGH ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന മെർക്കുറി ലെവൽസ് ഈക്വൽ ആക്കാനാണ്. അപ്പൊ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ ഫിഗർ നോക്കിയാൽ നമുക്കറിയാം ഇവിടെ നമുക്ക് ഡിഫറൻസ് ഉള്ളത് 20 സെന്റിമീറ്ററിന്റെ വ്യത്യാസമാണ് മെർക്കുറി ലെവൽസിലുള്ളത്. അപ്പൊ നമ്മൾ ഇതിനെ ഈക്വൽ ആക്കാൻ വേണ്ടി ഒരു സൈഡിൽ നിന്നും 10 സെന്റിമീറ്റർ താഴ്ക്കുന്നു. അപ്പൊ 10 സെന്റിമീറ്റർ താഴ്ത്തുമ്പോൾ അപ്പുറത്തെ സൈഡിൽ ഒരു 10 സെന്റിമീറ്റർ പൊങ്ങും. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആയിട്ട് വരും. സോ ഇൻക്രീസ് ചെയ്യാനായിട്ട് നമ്മൾ 10 സെന്റിമീറ്റർ ഒരു സൈഡിൽ താഴ്ത്തുകയും മറ്റേ സൈഡിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് പൊങ്ങുകയും ചെയ്യും. അപ്പൊ മെർക്കുറി ലെവൽസ് സെയിം ആണ്. അപ്പൊ ആ മെർക്കുറി ലെവൽസ് സെയിം ആയിട്ടുള്ള പ്രഷർ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് കിട്ടുന്നത് -9.908 കിലോ പാസ്കൽ ആണ് അവിടെ ഉണ്ടായിട്ടുള്ള ഡിഫറൻസ് ഇൻ പ്രഷർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊടുക്കേണ്ട പ്രഷർ എന്ന് പറയുന്നത് എത്രയാണ്? 24.81 കിലോ പാസ്കൽ ആണ്. നമ്മുടെ ഫസ്റ്റ് കിട്ടിയ പ്രഷർ ഡിഫറൻസുമായിട്ട് നമ്മൾ ഇതിനെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 24.81 കിലോ പാസ്കൽ എന്ന് വരും. സോ നമുക്കിവിടെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 24.82 കിലോ പാസ്കൽ. Now, question number 50. The flow of glycerin in an open channel is to be modeled in a laboratory fluid using water as a flowing fluid. If both gravity and viscosity are important, what should be the ratio of prototype to model dimension for maintaining dynamic similarity? ഇതും ഫ്ലൂയിഡ് മെക്കാനിക്സിലെ ചോദ്യമാണ്. ഇത് ഏത് ടോപ്പിക് ആണെന്ന് ചോദിച്ചാൽ ഡയമെൻഷൻ അനാലിസിസിൽ വരുന്നതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഡയമെൻഷണൽ ആൻഡ് മോഡൽ അനാലിസിസ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ വരും. അപ്പൊ ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാമെന്ന് നോക്കാം. അപ്പൊ ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഗ്രാവിറ്റി ആൻഡ് വിസ്കോസിറ്റി ആർ ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഗ്രാവിറ്റിയും വിസ്കോസിറ്റി ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് ഡയമെൻഷൻലെസ് നമ്പേഴ്സ് ആണ് എടുക്കേണ്ടത്. റെയ്നോൾഡ്സ് നമ്പറും എടുക്കണം, ഫ്രൂട്ട്സ് നമ്പറും എടുക്കണം. റെയ്നോൾഡ്സ് നമ്പറിലാണ് നമുക്ക് വിസ്കോസിറ്റി വരിക, ഫ്രൂട്ട്സ് നമ്പറിലാണ് ഗ്രാവിറ്റി വരിക. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ കൂടി നമ്മൾ രണ്ട് നമ്പേഴ്സ് റെയ്നോൾഡ്സ് നമ്പർ ആൻഡ് ഫ്രൂട്ട്സ് നമ്പറുമായിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ആക്സിലറേഷൻ ഒന്നും നമുക്ക് സ്കെയിൽ റേഷ്യോ ഇല്ല. അപ്പൊ അതൊക്കെ നമുക്ക് ക്യാൻസൽ ആയി പോകും. അപ്പൊ നമുക്ക് വരുന്നത് ലീനിയർ സ്കെയിൽ റേഷ്യോ വരും, കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ റേഷ്യോ വരും. അപ്പൊ നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോൾ ലീനിയർ ഡയമെൻഷന്റെ സ്കെയിൽ റേഷ്യോ ഇസ് ഈക്വൽ ടു
കൈനമാറ്റിക് വിസ്കോസിറ്റി റേസ് ടു 2/3 എന്ന് കിട്ടും. അപ്പൊ നമുക്കറിയാം കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ സ്കെയിൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്രോട്ടോടൈപ്പിന്റെ കൈനമാറ്റിക് വിസ്കോസിറ്റി ഡിവൈഡഡ് ബൈ മോഡലിന്റെ കൈനമാറ്റിക് വിസ്കോസിറ്റി ആണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 500 ആണ്. അപ്പൊ നമുക്ക് ലീനിയർ ഡയമെൻഷനും വിസ്കോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ ഓൾറെഡി അറിയാം. അപ്പൊ അതിനകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ദ സ്കെയിൽ റേഷ്യോ ഓഫ് കൈനമാറ്റിക് വിസ്കോസിറ്റി ഈസ് ഈക്വൽ ടു 500 എന്ന് കൊടുക്കും. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ അപ്രോക്സിമേറ്റ്ലി 63 ആണ്. സോ ഈ ക്വസ്റ്റ്യന്റെ നമ്മുടെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് 63. അത്യാവശ്യം തന്നെ നമ്മളൊന്ന് ചിന്തിച്ചെഴുതേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 60. ഇത് ഇറിഗേഷനിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ഇത് അത്യാവശ്യം എളുപ്പമുള്ള ചോദ്യമാണ്. നമുക്ക് കോൺസെപ്റ്റ് അറിയാമെങ്കിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. A water course commands an irrigated area of 1000 hectares. The intensity of irrigation of rice is 70%. അപ്പൊ അവിടുത്തെ തന്നെ നമുക്ക് കിട്ടും എത്ര സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. മൊത്തം 1000 ഹെക്ടർ ഉള്ളതിൽ 70% മാത്രമേ കൃഷി ചെയ്തിട്ടുള്ളൂ. അപ്പൊ 700 ഹെക്ടർ ആണ് ഏരിയ ഇറിഗേറ്റഡ് എന്ന് പറയുന്നത്. The transplantation of crop takes 15 days and during transplantation the total depth of water required by the crop on the field is 500 mm. During the transplantation period, the useful rain falling on the field is 120 mm. Assuming the loss of water in the water course as 20%, the discharge at the head of the water course will be. അതായത് നമുക്കൊരു ചാനലിൽ നിന്നും വെള്ളം പാടത്തേക്ക് കൊണ്ടുപോകാം. അപ്പൊ നമുക്ക് ആ ചാനലിന്റെ തുടക്കത്തിലുള്ള അല്ലെങ്കിൽ ആ കനാലിന്റെ തുടക്കത്തിലുള്ള ഡിസ്ചാർജ് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. അപ്പൊ ഇതെങ്ങനെ സോൾവ് ചെയ്യും നോക്കാം. അപ്പൊ ഇതില് നമുക്ക് ഏരിയ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏരിയ ഇറിഗേറ്റഡ് എന്ന് പറയുന്നത് 700 ഹെക്ടർ ആണ്. അതില് ഡെൽറ്റ ടോട്ടൽ ആവശ്യമുള്ള വെള്ളം 500 ആണ്, 500 mm ആണ്. പക്ഷെ 120 mm മഴ കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 380 mm അല്ലെങ്കിൽ 38 സെന്റിമീറ്റർ മാത്രം നമ്മൾ കൊടുത്താൽ മതി. നമ്മൾ ഇറിഗേഷൻ വഴി അത്രയും സപ്ലൈ ചെയ്താൽ മതി. കാരണം ബാക്കിയുള്ളത് മഴ കൊടുത്തു. ഇനി 20% വെള്ളം ലോസ് ആയി പോകുന്നു എന്ന് പറയുന്നുണ്ട് കൊണ്ടുവരുന്ന വഴിക്ക്. അപ്പൊ അതുകൊണ്ട് കൺവേയൻസ് എഫിഷ്യൻസി എത്രയായിരിക്കും? 80% ആയിരിക്കും. അപ്പൊ നമ്മൾ D is equal to 864 B by delta ആ ഇക്വേഷനിൽ ഇടുമ്പോൾ നമുക്ക് ഡ്യൂട്ടി കിട്ടും. ഡ്യൂട്ടി ഈസ് ഈക്വൽ ടു ഏരിയ ബൈ ഡിസ്ചാർജ് ആണെന്ന് നമുക്കറിയാം. അപ്പൊ നമുക്ക് ഡിസ്ചാർജ് കിട്ടും. ഈ കിട്ടുന്ന ഡിസ്ചാർജ് എവിടെ ഉള്ളതാണ്? നമ്മുടെ ഫീൽഡിലുള്ള ഡിസ്ചാർജ് ആണ് നമുക്ക് ഈ കിട്ടുന്നത്. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കനാലിന്റെ തുടക്കത്തിൽ എത്ര ഡിസ്ചാർജ് ഉണ്ടായിരുന്നു എന്നാണ്. അപ്പൊ നമ്മൾ കൺവേയൻസ് എഫിഷ്യൻസിയുടെ ഇക്വേഷനകത്തേക്ക് ഇടുകയാണ്. സോ കൺവേയൻസ് എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു വാട്ടർ ഡെലിവേർഡ് ബൈ വാട്ടർ സപ്ലൈ. അപ്പൊ ഇതിനകത്ത് വാട്ടർ ഡെലിവേർഡ് നമുക്കറിയാം 2.05 ആണ്. വാട്ടർ സപ്ലൈഡ് ആണ് കനാലിന്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ വാട്ടർ സപ്ലൈഡ് ഇസ് ഈക്വൽ ടു 2.56 ക്യൂമെക്സ് എന്ന് നമുക്ക് കിട്ടും. അപ്പൊ നമ്മുടെ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത് കിടക്കുന്നത് ഓപ്ഷൻ ബി ആണ്, 2.6 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഇത് അത്യാവശ്യം എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. Now, question number 70. A spillway discharges flood at a rate of 9 meter cube per second per meter width. If the depth of flow on the horizontal apron at the toe of the spillway is 50 centimeter, the minimum length of apron required at the downstream should be at least. അപ്പൊ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ട് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും. ഇത് എന്തിനെ കുറിച്ചുള്ള ചോദ്യമാണ്? ഇത് ആക്ച്വലി ഫ്ലൂയിഡ് മെക്കാനിക്സിൽ ഹൈഡ്രോളിക് ജമ്പിനെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ അതാണ് പറഞ്ഞേക്കുന്നത്, സ്പിൽവേയിൽ നിന്നും ഇത്ര ഡിസ്ചാർജിൽ വെള്ളം താഴോട്ട് വരുന്നു. ആ സ്പിൽവേയുടെ താഴെ ഉള്ള ഡെപ്ത് 50 സെന്റിമീറ്റർ ആണ്. നമുക്കറിയാം വെള്ളം ഇങ്ങനെ വന്ന് വീണിട്ട് പിന്നെ പൊങ്ങുന്നതിനെയാണ് നമ്മൾ ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറയുക, അല്ലെ? അപ്പൊ അത് വന്ന് വീണപ്പോൾ അതിന്റെ ഡെപ്ത് 50 സെന്റിമീറ്റർ ആയിരുന്നു. പിന്നീട് അത് ജമ്പ് ചെയ്യും. ആ സമയത്തുള്ള ഡെപ്ത് നമ്മൾ കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് D1 ആയിട്ട് തന്നിരിക്കുന്നത് 0.5 മീറ്റർ ആണ്, അതായത് 50 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇതിൽ നിന്നും നമുക്ക് D2 കണ്ടുപിടിക്കണം. അപ്പൊ D2ന് നമുക്ക് ഇക്വേഷൻ അറിയാം. ഡെപ്ത് ആഫ്റ്റർ ദ ജമ്പ് ആണ് ചോദിച്ചിരിക്കുന്നത്. വെള്ളം ഇങ്ങനെ വന്ന് വീണു പിന്നെ ജമ്പ് ചെയ്യും.
അപ്പൊ ആ വീണ സ്ഥലത്തുള്ള അല്ലെങ്കിൽ ആ പോയിന്റിലുള്ള ഡെപ്ത് ആണ് D1 ആയിട്ട് തന്നിരിക്കുന്നത്. ജമ്പിന്റെ ഡെപ്ത് D2 ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. സോ D2 is equal to minus D1 by 2 plus root of D1 square by 4 plus Q square by G D1. ഇതാണ് നമുക്ക് ഇക്വേഷൻ ആയിട്ട് വരിക. അപ്പൊ ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള വാല്യൂസ് എല്ലാം ഉണ്ട്. D1 തന്നിട്ടുണ്ട്. അപ്പൊ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3.82 എന്ന് കിട്ടും. അതായത് D1 50 സെന്റിമീറ്റർ അല്ലെങ്കിൽ 0.5, D2 എന്ന് പറയുന്നത് 3.82 ആയിട്ട് കിട്ടും. അപ്പൊ അതിന്റെ ഡിഫറൻസ് എടുത്താൽ നമുക്ക് ജമ്പിന്റെ ഡെപ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ദാറ്റ് ഇസ് D2 മൈനസ് D1. അപ്പൊ 3.32 മീറ്റർ ആയിട്ട് കിട്ടുകയാണ്. നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നത് ലെങ്ത് ഓഫ് ദ ഏപ്രൺ ആണ്. അപ്പൊ ആ ലെങ്ത് ഓഫ് ദ ഏപ്രൺ എന്ന് പറഞ്ഞാൽ എത്ര ലെങ്ത് ഹൈഡ്രോളിക് ജമ്പിനുണ്ടോ അത്രയും തന്നെ നമ്മൾ ഏപ്രണും കൊടുത്തേ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു കോൺസെപ്റ്റില് ലെങ്ത് ഓഫ് ദ ഏപ്രൺ ഇസ് ഈക്വൽ ടു നമുക്കറിയാം 5 to 7 times the depth of the jump ആണ് നമ്മൾ ലെങ്ത് ഓഫ് ദ ജമ്പ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് 7 times the depth of the jump ആയിട്ട് എടുത്താൽ 7 into 3.32 എന്ന് വരും. സോ അപ്രോക്സിമേറ്റ്ലി നമുക്ക് 25 എന്ന് പറയാം. 23 point something ആയിരിക്കും കിട്ടുക. പക്ഷെ നമ്മുടെ ഓപ്ഷൻസിനകത്ത് നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് 25 മീറ്റർ ആണ്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ 25. അപ്പൊ ഇത് ഹൈഡ്രോളിക് ജമ്പിന്റെ ഒരു ചോദ്യമാണ്. നമ്മൾ അതിൽ നിന്ന് ഡെപ്ത് കണ്ടുപിടിക്കുന്നു, D2 കണ്ടുപിടിക്കുന്നു. ഡെപ്ത് ഓഫ് ദ ജമ്പ് D2 മൈനസ് D1 ആണ്. അതിനുശേഷം നമ്മൾ ലെങ്ത് എന്ന് പറയുന്നത് 5 to 7 times എന്നാണ് കണക്ക്. നമ്മൾ അത് 7 times ആയിട്ട് എടുക്കുമ്പോഴാണ് നമുക്ക് 25 ആയിട്ട് കിട്ടുക. Now, question number 18. ഇതും ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. A cube 50 centimeter side is inserted in a 2-layer fluid with specific gravity 1.2 and 0.9. The upper and lower halves of the cube are composed of materials with specific gravity 0.6 and 1.4 respectively. Determine the depth of the top of the cube above the interface. ഇത് നമുക്ക് ഫ്ലൂയിഡ് മെക്കാനിക്സിലെ ബോയൻസി എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന ചോദ്യമാണ്. അപ്പൊ അത് നമുക്ക് നോക്കാം. ഇതിനകത്ത് നമ്മളെ ഫിഗർ നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ ഇമേഴ്സ് ചെയ്തിരിക്കുന്ന ഒരു ക്യൂബിന്റെ കാര്യമാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. ചുറ്റുമുള്ള ഫ്ലൂയിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ സിമ്പിൾ ആണ്. നമ്മൾ ഉപയോഗിക്കേണ്ട പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. വെയിറ്റ് ഓഫ് ദ ക്യൂബ് ഇസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസ്. നമുക്കറിയാവുന്നതാണ്. വെള്ളത്തിനകത്തേക്ക് ഒരു സോളിഡ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ സോളിഡ് ബോഡി ഇമേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും വെയിറ്റ് ഓഫ് വാട്ടർ അവിടെ ഡിസ്പ്ലേസ്ഡ് ആകുന്നുണ്ട്. അപ്പൊ ആ ഇക്വേഷൻ ആണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പൊ വെയിറ്റ് ഓഫ് ദ ക്യൂബ് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് പാർട്ട് ഉണ്ട്, W1 ഉം W2. രണ്ട് സ്പെസിഫിക് ഗ്രാവിറ്റി വരുന്ന ക്യൂബാണ് വന്നേക്കുന്നത്. അപ്പൊ W1 പ്ലസ് W2 ചെയ്യുന്നു. അതേപോലെ വെയിറ്റ് ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസ്ഡ് കണ്ടുപിടിക്കും. ദാറ്റ് ഇസ് റോ ഇൻറ്റു ജി ഇൻറ്റു വി. അപ്പൊ അങ്ങനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഹൈറ്റ് എത്രയായിട്ട് കിട്ടുന്നു? 33.33 സെന്റിമീറ്റർ ആണ് നമുക്ക് ആ ഇന്റർഫേസിന്റെ ഹൈറ്റ് ആയിട്ട് കിട്ടുന്നത്. സോ ഓപ്ഷൻ നമുക്ക് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 33.33 സെന്റിമീറ്റർ. Now, question number 19. ഇതും ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. മോസ്റ്റ് എക്കണോമിക്കൽ സർക്കുലർ സെക്ഷൻ ഫോർ മാക്സിമം വെലോസിറ്റി കണ്ടീഷൻസ്. നമുക്കറിയാം റെക്ടാങ്കുലറിന്റെ മോസ്റ്റ് എക്കണോമിക്കൽ കണ്ടീഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്, ട്രപ്പിസോയിഡൽ പഠിക്കുന്നുണ്ട്, അതുപോലെ സർക്കുലർ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ സർക്കുലർ ആകുമ്പോൾ രണ്ട് കേസിനാണ് നമ്മൾ പഠിക്കുന്നത്. മാക്സിമം വെലോസിറ്റി കണ്ടീഷനും പഠിക്കുന്നുണ്ട്, മാക്സിമം ഡിസ്ചാർജ് കണ്ടീഷനും പഠിക്കുന്നുണ്ട്. അപ്പൊ മാക്സിമം വെലോസിറ്റി കണ്ടീഷൻ ആണ് നമുക്ക് വരുന്നതെങ്കിൽ depth is equal to 0.81 times the diameter of the channel ആണ് വരിക. And theta is equal to 128 degree 45 minutes. ഇതാണ് മാക്സിമം വെലോസിറ്റി വരുമ്പോൾ ഉള്ള കണ്ടീഷൻ. അപ്പൊ ഇവിടെ നമുക്ക് ഓപ്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റുന്നത് ഓപ്ഷൻ ബി ആണ്. The flow depth small d is equal to 81% of diameter. Option B is the answer. The next question. A large irrigation canal can be approximated as a wide rectangular channel and Manning's formula is applicable to describe the flow in it. If the gauge is related to discharge Q as Q equal to C into G minus A the whole raised to beta. So, this question കാണുമ്പോഴേ അറിയാം ക്വസ്റ്റ്യനിൽ എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. സോ ക്വസ്റ്റ്യൻ ഇൻകംപ്ലീറ്റ് ആണ്. സോ ആൻസർ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല.
The next question, the average compressive strength of common burned clay brick of class 35 is. അപ്പോൾ ഇതൊരു കോഡൽ പ്രൊവിഷൻ ആണ്. IS 1177 എന്ന കോഡിലുള്ള ഒരു കോഡൽ പ്രൊവിഷൻ ആണ്. സോ അതിൽ കോഡിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു ടേബിൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ചെക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് 35 Newton/mm². Now, question number 22. Brick frog is. നമുക്കറിയാം ബ്രിക്കിന്റെ മുകളിലായിട്ട് ഒരു ചെറിയൊരു ഡിപ്രഷൻ ഉണ്ട്, അതിനെയാണ് നമ്മൾ ഫ്രോഗ് എന്ന് വിളിക്കുക അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഡിപ്രഷൻ ഓൺ ദി ബ്രിക്ക് ഫേസ്. Then where is rebar used? സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, അതായത് മാറ്റ് ഫൗണ്ടേഷൻ, ഫ്രെയിംഡ് സ്ട്രക്ചർ ആൻഡ് RCC ബീം, ഇതിലെല്ലാം തന്നെ നമ്മൾ റീബാർസ് യൂസ് ചെയ്യാറുണ്ട്. So option D ആണ് answer, all of the above. The next question, aggregate in which most of which passes through 4.75 mm ISC is called. So നമുക്ക് ഇത് പ്രീവിയസ് ഇയർ എപ്പോഴും ചോദിക്കുന്ന ഓവർസിയർ എക്സാംസിനാണെങ്കിലും AE എക്സാമിനാണെങ്കിലും നമുക്ക് ഷുവർ ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും അറിയാം എന്താ അഗ്രിഗേറ്റ് വിച്ച് പാസ് ത്രൂ 4.75 mm C1 എന്ന് പറയുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, which is fine aggregate. Now question number 25. What is the pH value of water used for reinforced cement concrete? അപ്പോൾ ഇത് നമുക്ക് സാധാരണയായിട്ട് കോഡിൽ പറയുന്ന പ്രൊവിഷൻ ആണ്. ഓപ്ഷൻ എ shall not be less than 6 ആണ്. Now question number 26. The compaction of concrete in the drilled pile hole is done by compressed air in the case of പ്രഷർ പൈലാണ്. ഇതെല്ലാം തന്നെ നമ്മൾ സാധാരണ കാണുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഓപ്ഷൻ സി പ്രഷർ പൈലാണ് ആൻസർ. The next question, pile which resists horizontal thrust is called. അപ്പൊ ഇതും എല്ലാവരും കണ്ടിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ ഇത് ഏകദേശം ബിൽഡിംഗ് മെറ്റീരിയൽസിലൊക്കെ വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രീവിയസ് ഇയർ നമ്മൾ കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ബാറ്റർ പൈലാണ്. Now, question number 28. The additional lines which are measured to show the correctness of the chain surveying are called. അപ്പോൾ നമുക്കറിയാം ടൈ ലൈൻസ്, ചെക്ക് ലൈൻസ്, പ്രൂഫ് ലൈൻസ്, ഇതെല്ലാം തന്നെ അഡീഷണൽ ലൈൻസ് ആണ്. അപ്പോൾ നമുക്ക് ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദി എബവ്. The next question, സർവേയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യമാണ്. The limit of plane survey is. ഇപ്പൊ നമ്മൾ 259 km² എന്ന് ആക്യുറേറ്റ് ആയിട്ട് പഠിക്കാറുണ്ട്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി 260 km². Now, question number 30. ഇതും സർവേയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. കമ്പാരിറ്റീവ്ലി സർവേയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് അത്യാവശ്യം എളുപ്പമായിരുന്നു, നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. Measuring with a 30 meter chain 0.01 meter too short introduces. അപ്പോൾ നമുക്കറിയാം ടു ഷോർട്ട് ആണെങ്കിൽ അത് വരുന്ന എറർ എന്ന് പറയുന്ന പോസിറ്റീവ് ക്യുമുലേറ്റീവ് എറർ ആണ് വരിക. So option A is the answer. Then 31st question, ഇതും സർവേയിലെ ക്വസ്റ്റ്യൻ തന്നെയാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. In India, geodetic survey was conducted by. സോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ, സർവേ ഓഫ് ഇന്ത്യ ഡിപ്പാർട്ട്മെന്റ്. Now, question number 32. Total station is used for. അപ്പൊ ഇതില് നമുക്ക് നോക്കി അറിയാം ടോട്ടൽ സ്റ്റേഷൻ വെച്ചിട്ട് നമുക്ക് ഇൻഡയറക്റ്റ് ലെവലിംഗ് ചെയ്യാൻ പറ്റുന്നതാണ്. ലെവലിംഗിലായിരിക്കും കുറച്ചെങ്കിലും സ്റ്റുഡൻസിന് ഡൗട്ട് വരിക. ലെവലിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും, ഇൻഡയറക്റ്റ് ലെവലിംഗ് ടോട്ടൽ സ്റ്റേഷൻ യൂസ് ചെയ്ത് ചെയ്യാം. മെഷർമെന്റ് ഓഫ് ഇൻക്ലൈൻ ഡിസ്റ്റൻസ് നമ്മൾ ചെയ്യാറുണ്ട്. ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആംഗിൾസും നമുക്ക് മെഷർ ചെയ്യാം. സോ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബവ് ആണ് ആൻസർ. Then question number 33. What is the temperature for preheating of bricks for the water absorption test in degree Celsius is? നമുക്കറിയാമോ പ്രീഹീറ്റിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 105 to 112 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ ആൻസർ എന്ന് പറയുന്ന ആ റേഞ്ചിൽ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 110 ഡിഗ്രി സെൽഷ്യസ് ആണ്. Now, question number 34. How much depth of water is required initially for efflorescence test of bricks in centimeter? അപ്പോൾ ഇത് നമുക്ക് കോഡിൽ വരുന്ന പ്രൊവിഷൻ ആണ്. IS 3495 പാർട്ട് 3 ഇതിൽ നമുക്ക് പറയുന്നതാണ്. അപ്പൊ അതില് 25 mm ആയിട്ടാണ് നമുക്ക് വാല്യൂ പറയുന്നത്. ഇവിടെ നമുക്ക് സെന്റിമീറ്ററിലാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ എ 2.5 ആണ് ആൻസർ. Then question number 35.
What is the minimum compressive strength of first class brick in kilogram per centimeter square? അപ്പോൾ ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഓവർസിയർ എക്സാമിന് തേർഡ് ഗ്രേഡ് ആണെങ്കിലും ഫസ്റ്റ് ഗ്രേഡ് ആണെങ്കിലും എക്സാമിന് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ആൻസർ എല്ലാവർക്കും അറിയാം. ഓപ്ഷൻ ഡി 140 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. Now, question number 36, an example of metamorphic rock. ഇത് നമുക്ക് ബിൽഡിംഗ് മെറ്റീരിയൽസിൽ തന്നെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് അറിയാം, നോക്കിക്കഴിഞ്ഞാൽ മെറ്റമോർഫിക് റോക്കിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത് സ്ലേറ്റ് ആണ്. അതുകൂടാതെ ക്വാർട്സൈറ്റും ഒക്കെ വരുന്നുണ്ട്. സോ ഓപ്ഷൻ സി ഇസ് ദി ആൻസർ. Then an example of foliated rock. അപ്പൊ നേരത്തെ ചോദിച്ച സെയിം ഒരു പോർഷനിൽ നിന്ന് ക്ലാസിഫിക്കേഷൻ ഓഫ് റോക്സിൽ എന്ന് വന്ന അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഫോളിയേറ്റഡ് റോക്സിന് എക്സാമ്പിൾ ഏതാണെന്നാണ്. അപ്പൊ നമ്മൾ മോസ്റ്റ്ലി മെറ്റാമോർഫിക്സ് റോക്സ് എല്ലാം എന്താണ് ഫോളിയേറ്റഡ് റോക്സിൽ വരുന്നതാണ്. സോ നീസ് ആണ് ആൻസർ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 38, ഇതും അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മൾ പലപ്പോഴും കാണുന്നതാണ്, കോഡിലും ഒക്കെ പറയുന്ന കാര്യമാണ്. സോ എ ഗുഡ് സ്റ്റോൺ ഷുഡ് നോട്ട് അബ്സോർബ് വാട്ടർ മോർ ദാൻ -% വാട്ടർ ബൈ ഇറ്റ്സ് വെയിറ്റ്. ആൻസർ വരുന്നത് 5 ആണ്, ഓപ്ഷൻ സി. Then question number 39, as per IS 269, the weight of magnesia in cement shall not exceed by -%. So എല്ലാവർക്കും അറിയാവുന്നതാണ്, ആൻസർ 5% ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 40, നമുക്ക് എസ്റ്റിമേഷനിൽ നിന്ന് വരുന്ന ഒരു ചോദ്യമാണ്. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്. നമ്മൾ എസ്റ്റിമേഷൻ പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ നമ്മൾ പറയുന്ന കാര്യമാണ്. So determining the cost of the construction project after calculating the quantities of items is called costing. Option B is the answer. Then question number 41, the rate of a civil engineering construction work depends on. ഒരു സിവിൽ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ എക്യുപ്മെന്റ് കോസ്റ്റ്, ഓപ്ഷൻ ബി മെറ്റീരിയൽ കോസ്റ്റ്, ഓപ്ഷൻ സി ലേബർ കോസ്റ്റ്. ഈ പറഞ്ഞ എല്ലാ ഓപ്ഷൻസും അതിൽ ഉൾപ്പെടുന്നതാണ്, ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബോവ്. Now question number 42, which of the following item of work is not included in the plinth area estimate? Plinth area estimate include നമ്മൾ ചെയ്യാത്ത ഏതാണെന്നാണ് ചോദ്യം. കാന്റിലിവർ പോർച്ച് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാം. സോ ഓപ്ഷൻ എ is the answer. Then the service unit of a stable building is. ഇപ്പൊ സ്റ്റേബിൾ ബിൽഡിംഗ് എന്താണെന്ന് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ കാണും. ഇപ്പൊ ഹോഴ്സസിന്റെ ഒക്കെ ഹൗസിനെ പറയുന്നതാണ് സ്റ്റേബിൾ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ. സോ വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ നമ്പർ ഓഫ് ആനിമൽസ്. നമ്മളിപ്പോ ഹോസ്പിറ്റൽസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോ നമ്പർ ഓഫ് ബെഡ്സിനായിരിക്കും പറയുന്നത്. അതുപോലെ സ്റ്റേബിൾ ബിൽഡിംഗ് ആണെങ്കിൽ നമ്പർ ഓഫ് ആനിമൽസിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതിനെ വെച്ചിട്ടായിരിക്കും നമ്മൾ അതിനെ സർവീസ് യൂണിറ്റ് കണക്കാക്കുന്നത്. Now question number 44, ഇത് വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. എസ്റ്റിമേഷൻ യൂണിറ്റ്സ് ഓഫ് മെഷർമെന്റിൽ വരുന്നതാണ്. ബ്രിക്ക് വർക്ക് ഇസ് നോട്ട് മെഷേർഡ് ഇൻ മീറ്റർ ക്യൂബ് അല്ലെങ്കിൽ ക്യൂബിക് മീറ്റേഴ്സ് ഫോർ ദ ഫോളോയിങ് വർക്ക്. നമുക്ക് മീറ്റർ ക്യൂബിൽ നമ്മൾ പറയാത്തത് ഹാഫ് ബ്രിക്ക് വോൾ ആണ്. സോ ഓപ്ഷൻ സി ഇസ് ദി ആൻസർ. Then question number 45, a dummy activity. അപ്പോൾ ഡമ്മി ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഇമേജിനറി ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. അവിടെ ഡ്യൂറേഷനോ അല്ലെങ്കിൽ റിസോഴ്സസോ ഒന്നും തന്നെ യൂസ് ചെയ്യാറില്ല. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കൺസ്യൂംസ് ടൈം ഒരിക്കലും കൺസ്യൂം ചെയ്യുന്നില്ല. ആൻഡ് കൺസ്യൂം റിസോഴ്സസ് അതുമല്ല, ഇറ്റ് ഈസ് ആൻ ഇമാജിനറി ആക്ടിവിറ്റി ആണ്. സോ ഓപ്ഷൻ സിയും വരത്തില്ല. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, നൺ ഓഫ് ദീസ്. Now question number 46, sinking fund is. ഇത് നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ്, വാല്യുവേഷനിൽ പഠിക്കുന്ന ഒരു കാര്യമാണ്. സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആദ്യം തൊട്ട് ആ സ്ട്രക്ചറിന്റെ ലൈഫ് തീരുന്ന സമയം വരെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു വാല്യൂ ആണ്. സോ ഫണ്ട് ഫോർ റീബിൽഡിംഗ് a structure after its economic life അല്ലെങ്കിൽ യൂസ്ഫുൾ ലൈഫിന്റെ എൻഡിൽ നമ്മൾ അക്യുമുലേറ്റ് ചെയ്യുന്ന ഒരു എമൗണ്ട് ആണ്. സോ ഓപ്ഷൻ സി ഇസ് ദി ആൻസർ. Then question number 47, ഈ ഒരു പാർട്ടിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഡ്യൂറിംഗ് ടെൻഡർ സബ്മിഷൻ ദ കോൺട്രാക്ടർ ഷുഡ് ഡിപ്പോസിറ്റ് ഡാഷ് ആസ് എ ഗ്യാരണ്ടി ഓഫ് ദി ടെൻഡർ. ഇപ്പോൾ നമ്മൾ ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കുന്നത് ഏണേഴ്സ് മണി ഡിപ്പോസിറ്റ് ആണ്. സോ EMD ആണ് ആൻസർ. ഓപ്ഷൻ ഡി ഇസ് ദി ആൻസർ. Now question number 48, ഇതെല്ലാം കൺസ്ട്രക്ഷൻ മാനേജ്മെന്റിലേക്ക് കടക്കുകയാണ്. അപ്പൊ നമുക്കറിയാവുന്ന ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. CPM എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. CPM ഒരു ആക്ടിവിറ്റി ഓറിയന്റഡ് ടെക്നിക്കാണ്. സോ ഓപ്ഷൻ ബി ഇസ് ദി ആൻസർ. സോ നേരത്തെ പറഞ്ഞതുപോലെ CPM ആണ് ചോദിച്ചിട്ടുള്ളത്. ഒരു കൺഫ്യൂഷനും വേണ്ട. പെർട്ട് എന്ത് തന്നെ ആയിരിക്കും? ഇവന്റ് ഓറിയന്റഡ് ആക്ടിവിറ്റി ആയിരിക്കും. ഇവന്റ് ഓറിയന്റഡ് ടെക്നിക് ആയിരിക്കും. ഓപ്ഷൻ സി ഇസ് ദി ആൻസർ.
Now question number 50. ഇത് നമുക്ക് കൺസ്ട്രക്ഷൻ മാനേജ്മെന്റിൽ വരുന്നതാണ്. The time and activity completion can be delayed without affecting the early start of the next activity is called. നമുക്കറിയാം ഫ്രീ ഫ്ലോട്ട് ആണ് അതിന്റെ ആൻസർ. ഓപ്ഷൻ ബി ഇസ് ദ ആൻസർ. ഇതൊക്കെ തന്നെ നമ്മൾ സാധാരണ കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ്, പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുമാണ്. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 51. ഇനി നമ്മൾ ഒരു 10 ക്വസ്റ്റ്യൻ എൻവയോൺമെന്റിലോട്ട് കയറുവാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ദ മെത്തേഡ് ഐഡിയൽ ഫോർ ഫോർകാസ്റ്റിംഗ് ഫ്യൂച്ചർ പോപ്പുലേഷൻ ഓഫ് എ സ്റ്റെബിലൈസ്ഡ് ഓൾഡ് ഓർ സ്മോൾ ടൗൺ. അപ്പോൾ സാർ എടുത്തെടുത്ത് പറയുന്ന കാര്യമാണ് ഓൾഡ് സിറ്റി അല്ലെങ്കിൽ സ്മോൾ ടൗൺ ഒക്കെയാണ് വരുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും? അരിത്തമാറ്റിക് ഇൻക്രീസ് മെത്തേഡ് ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി, അരിത്തമാറ്റിക് ഇൻക്രീസ് മെത്തേഡ്. Now question number 52. Which among the following is absent in hard water? അപ്പൊ ഇത് ആക്ച്വലി ഒരു കുറച്ച് കൺഫ്യൂഷൻ ഉള്ള ഒരു ചോദ്യമാണ്. കാരണം നമുക്കറിയാം ഹാർഡ്നെസ് എന്ന് പറയുന്നത് ടെമ്പററി ഹാർഡ്നെസ്സും ആകാം, പെർമനന്റ് ഹാർഡ്നെസ്സും ആകാം. പക്ഷെ ഇവിടെ ഏത് ഹാർഡ്നെസ് ആണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് PSC ആൻസർ കീ ആയിട്ട് വന്നിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്, കാൽഷ്യം കാർബണേറ്റ് ആണ്. ഇതല്ല, കാൽഷ്യം നൈട്രേറ്റ് അല്ല, കാൽഷ്യം കാർബണേറ്റ് ആണ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. പക്ഷെ എങ്കിലും ഇത് ചലഞ്ച് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. കാരണം ടെമ്പററി ആണോ പെർമനന്റ് ഹാർഡ്നെസ് ആണോ എന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെഡിമെന്റേഷനിലെ കോയാഗുലേഷനിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. The water treatment process, sedimentation aided with coagulation, is mainly aimed at removing. എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ് ആൻസർ എന്തായിരിക്കും? കൊളോയിഡൽ സോളിഡ്സ് ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി. Now question number 54. ഇതും നമുക്ക് എൻവയോൺമെന്റിൽ ഡിസിൻഫെക്ഷൻ ചാപ്റ്ററിൽ വരുന്നതാണ്. The disinfectant that has advantages of causing no bad taste, no odor and no danger of overdose. അത് നമുക്ക് UV rays ആണ് അതായത് ഈ പറയുന്ന ഒരു ഡിസഡ്വാൻറ്റേജും UV റേസിനില്ല. സോ ഓപ്ഷൻ ബി ഇസ് ദി ആൻസർ. The next question: which of the following principle is true for the design of distribution system? ഒരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന്റെ ഡിസൈൻ ആവശ്യമായിട്ട് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ഏതാണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ ആണ് കറക്റ്റ്. അവൈലബിൾ ടെർമിനൽ പ്രഷർ ഹെഡ് ആൻഡ് ദി പെർമിസിബിൾ പ്രഷർ ഹെഡ് മസ്റ്റ് ബി സെയിം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. Now question number 56. The 5-day 20 degrees Celsius BOD represents. നമുക്കറിയാം ഇതെല്ലാം BOD നമ്മൾ കാൽക്കുലേഷനിൽ പഠിക്കുന്നതാണ്. കാർബണേഷ്യസ് ഡിമാൻഡ്. ഓപ്ഷൻ സി ആണ് നമുക്ക് ഈ ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. The next question: the process taking place in trickling filter is. നമുക്ക് എല്ലാവർക്കും അറിയാം ട്രിക്ലിംഗ് ഫിൽറ്റർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇതൊരു എയറോബിക് ആക്ടിവിറ്റി ആണ്, അവിടെ അറ്റാച്ച്ഡ് ഗ്രോത്ത് ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, എയറോബിക് അറ്റാച്ച്ഡ് ഗ്രോത്ത് പ്രോസസ്. Now question number 58. Which of the following represents a plain sedimentation unit with a longer detention period? അപ്പോൾ നമുക്കറിയാം ഈ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ലോങ്ങർ ഡിറ്റൻഷൻ പീരീഡിൽ നമുക്ക് വരുന്നത് സെപ്റ്റിക് ടാങ്ക് ആണ്. സോ ഓപ്ഷൻ സി ഇസ് ദി ആൻസർ. The next question: the process of washing of sludge to remove excess salt during sludge treatment is. അപ്പോൾ illustration ആണ് ആൻസർ. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ, illustration. Now question number 60. For successful result, the UASB reactor must operate under നമ്മുടെ അപ്ലോ അനേറോബിക് സ്ലഡ്ജ് ബെൽറ്റ്. അത് ആ റിയാക്ടർ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്ത് കണ്ടീഷനിൽ ഓപ്പറേറ്റ് ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മീസോഫിലിക് കണ്ടീഷൻസ് ആണ് ആൻസർ. ഓപ്ഷൻ ബി. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇനി നമുക്ക് RCCയിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ RCCയിലെ ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻസും കോഡൽ വാല്യൂസ് ഒക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. സോ IS 456 ഒത്തിരി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ദി ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് XU max by D for FE 415 grade steel bars as per IS 456/2000 is. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്ന 3 ഗ്രേഡ് ഓഫ് സ്റ്റീലിനെയും നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കാറുണ്ട്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, 0.48. Question number 62. The maximum shear stress of M30 concrete permitted in Newton per mm square as per IS 456/2000. അപ്പോൾ ഇത് വീണ്ടും നമുക്ക് IS 456 കോഡൽ പ്രൊവിഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ M30 കോൺക്രീറ്റ് നമുക്ക് ആൻസർ വരുന്നത് 3.5 ആണ്. സോ ഓപ്ഷൻ ഡി ഇസ് ദ ആൻസർ, 3.5. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതും അതുപോലെ നമുക്ക് പ്രീവിയസ് ഇയർ അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാംസിനും ഇതിൽ നിന്ന് ഈ ഒരു ടേബിളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. So basic value of span to effective depth ratio for span up to 10 meter of a simply supported beam as per IS 456/2000. So answer നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഓപ്ഷൻ ബി 20 ആണ്.
Now, question number 64. The maximum area of steel in mm square has to be provided in a column of size 200 mm by 700 mm is. നമുക്കറിയാം ഇത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 8% ഓഫ് ബി ഇൻറ്റു ഡി എടുക്കുമ്പോഴാണ് നമുക്ക് ആൻസർ വരിക 8400 ആയിട്ട് നമുക്ക് കിട്ടും. നമുക്ക് ബിയും ഡിയും തന്നിട്ടുണ്ട്. ഡയമെൻഷൻസ് 200 mm by 700 mm ആണ്. അതിന്റെ 8% കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഓപ്ഷൻ എ 8400 is the answer. The next question, for nominal mixed concrete, what is the quantity of water used for a bag of cement as per IS 456-2000 if the grade of concrete is M10? So question നമുക്ക് തന്നിട്ടുണ്ട് M10 ആണ് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ്. അപ്പൊ ഇതും ഇതേപോലെ തന്നെ ഓരോ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഇൻ ലിറ്റേഴ്സ് ഒരു ടേബിൾ നമുക്കറിയാം IS 456-2000 അതിലുള്ള തന്നെയാണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി 34 liters. Now, question number 66. What is the minimum stripping period to remove the prop of a beam of span 5.8 meter as per IS 456-2000? ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ IS 456 ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് സ്ട്രിപ്പിംഗ് പീരീഡ് ആണ്. ഓപ്ഷൻ ബി 14 days ആണ് ആൻസർ ആയിട്ട്. The next question, what is the minimum tension reinforcement in mm square for a beam having effective depth 415 mm and width 300 mm, use M20 grade concrete and FE 415 grade steel? ഇപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് എല്ലാം തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് മിനിമം ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ് ആണ്. സോ മാക്സിമം ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ് ഇൻ ബീം ചോദിക്കുകയാണെങ്കിൽ എത്രയായിരിക്കും? 4% ഓഫ് ബി ഡി. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് മിനിമം ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ് ആണ്. ദാറ്റ് ഈസ് 85 by FY ആണ്. അത്രയും പെർസെൻറ്റേജ് സ്റ്റീൽ ആണ്. സോ മൾട്ടിപ്ലൈഡ് വിത്ത് ബി ഡി. അത് നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 255 ആണ്. So the answer is 255. Now, question number 68. The modulus of elasticity of M25 concrete may be taken as dash Newton per mm square. ഇതിൽ നമുക്ക് കോഡിലൊക്കെ സ്ഥിരം നമ്മൾ കാണുന്ന വാല്യൂ ആണ്. So option A 25,000 is the answer. The next question, torsionന്റെ പോർഷനിലാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ടോർഷൻ റീഇൻഫോഴ്സ്മെന്റ്. So torsion reinforcement is required at the corners of rectangular slab whose edges are. എഡ്ജസ് എങ്ങനെ ആവുമ്പോഴാണ് നമ്മൾ ടോർഷൻ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കേണ്ടതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ദ ആൻസർ ഈസ് ഡിസ്കണ്ടിന്യൂസ്. എഡ്ജസ് ഡിസ്കണ്ടിന്യൂസ് ആവുന്ന സമയത്താണ് നമ്മൾ ടോർഷൻ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നത് റെക്ടാങ്കുലർ സ്ലാബിന്റെ കേസിൽ. Now, question number 70. Normally, structures exceeding dash meter in length are designed with one or more expansion joints as per IS 456-2000. So, IS 456 actually നന്നായിട്ട് അറിയുന്ന ഒരാൾക്ക് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് കിട്ടും. അപ്പൊ നമുക്കറിയാം എത്ര എക്സീഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ വൺ ഓർ മോർ എക്സ്പാൻഷൻ ജോയിന്റ്സ് കൊടുക്കുക. 45 meter ആണ്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ. The next question, the value of development length should be taken as dash times the bar diameter if M20 concrete and FE 415 steel is used. അപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഡെവലപ്മെന്റ് ലെങ്തിന്റെ ഇക്വേഷൻ എല്ലാവർക്കും അറിയാവുന്ന പോലെ സിഗ്മ എസ് 5/4 ടോ ബി ഡി. ആ ഇക്വേഷനിലാണ്. പക്ഷെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഡെവലപ്മെന്റ് ലെങ്ത് എത്ര ടൈംസ് ആണ്, ബാർ ഡയമീറ്ററിന്റെ എത്ര ടൈംസ് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. സോ സിഗ്മ എസ് ഡിവൈഡഡ് ബൈ 4 ടോ ബി ഡി മാത്രം നമുക്ക് ചെയ്താൽ മതി. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ എന്താണ്? ബോണ്ട് സ്ട്രെസ് കൊടുത്തിട്ടില്ല. സോ നമുക്ക് കോഡ് നമ്മുടെ കയ്യിലുണ്ട്. കോഡിന്റെ വാല്യൂസ് ബൈ ഹാർട്ട് ആയിരിക്കും. M20 ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിന്റെ ടോ ബി ഡി വാല്യൂ 1.2 ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഇവിടെ FE 415 ആണ് യൂസ് ചെയ്യുന്നത്. സോ 16% എക്സ്ട്രാ ആണ്. സോ മൾട്ടിപ്ലൈഡ് വിത്ത് 1.62 ടോ ബി ഡി വാല്യൂ. സോ നമുക്കത് ചെയ്യുമ്പോൾ ആൻസർ 47 ആണ് കിട്ടുന്നത്. 0.87 FI ഡിവൈഡഡ് ബൈ 4 × 1.6 × 1.2 ആണ് നമ്മൾ ചെയ്യുന്നത്. സോ ആൻസർ 47 ആയിരിക്കും കിട്ടുന്നത്. Now, question number 72. The maximum spacing of shear reinforcement measured along the axis of the member shall not exceed dash for vertical stirrup. Idum again namukku codal provisions aanu RCC il varuna question aanu. 0.75 D aanu nammal edukkunna value. So option A is the answer. Now, when a concrete is subjected to uniform compression as in the case of a concentrically loaded short column, the ultimate strain is limited to 0.002 and corresponding design stress ആണ്.
അപ്പൊ ഇത് നമുക്ക് അറിയാവുന്നതാണ്, കോഡിൽ എടുത്ത് പറയുന്ന കാര്യമാണ്. 0.45 FCK, അതാണ് നമുക്ക് ഓപ്ഷൻ ബി ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. 0.447 FCK, നമ്മൾ 0.45 FCK എന്നാണ് സാധാരണ പഠിക്കാറുള്ളത്. സോ ഓപ്ഷൻ ബി ഇസ് ദി ആൻസർ. The next question, mention the code of practice used for the design of structural timber in building. So structural timber in building ന് യൂസ് ചെയ്യുന്ന കോഡൽ പ്രൊവിഷൻ കോഡ് എന്ന് പറയുന്നത് IS 883 1917. So answer is option A. Now question number 75, plain concrete gravity retaining wall are not used for heights exceeding for dash obvious economic reasons. So 3 meter ആണ് ആൻസർ വരിക, ഓപ്ഷൻ സി. Question number 76, the density of steel may be taken as. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് IS 800 2007 കാണുന്ന ഒരു വാല്യൂ ആണ് ഡെൻസിറ്റി ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് 7850 kg ആണ്, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് വരിക. ഇവിടെ നമ്മളോട് കിലോ ന്യൂട്ടണിലാണ് അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബിലാണ് നമുക്ക് ആൻസേഴ്സ് വരുന്നത്. അപ്പോൾ ഇതിനെ ന്യൂട്ടൺ ആക്കുമ്പോൾ 7850 ഇൻറ്റു അപ്രോക്സിമേറ്റ്ലി 10 ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് എന്ന് എടുക്കാം. 1 കിലോഗ്രാം ഫോഴ്സ് ഇസ് ഈക്വൽ ടു 9.81 ന്യൂട്ടൺ. സോ 78500 ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് എന്ന് വരും. അതിനെ കിലോ ന്യൂട്ടൺ ആക്കുമ്പോൾ 78.5 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. ഇത് കഴിഞ്ഞ 2-3 ദിവസം മുന്നേ നടന്ന പരീക്ഷയ്ക്കും ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. സ്റ്റീലിന്റെ ഡെൻസിറ്റി റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 78. അപ്രോക്സിമേറ്റ് ആയിട്ട് നമുക്ക് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഓപ്ഷൻ അതാണ്, 78 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. So then next question, in the absence of test data, the approximate value of shrinkage strain for designing pre-stressed concrete shall be taken as dash for pre-tensioning system as per IS 1343 1980. So answer എന്ന് പറയുന്നത് strain, shrinkage strain എന്ന് പറയുന്നത് 0.0003 ആണ്. So answer is option C. Now, question number 78. അപ്പൊ ഇവിടെ നമുക്കറിയാം ഒരേ കോഡിൽ നിന്ന് അടുപ്പിച്ച് 2 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. ആദ്യം ചോദിച്ചിരിക്കുന്ന പെർമിസിബിൾ കോൺക്രീറ്റ് സ്ട്രെസ് ആൻഡ് ഷിയർ ഓഫ് M20 in calculation relating to resistance to cracking as per IS 3370 1965 ആണ്. അപ്പോൾ ഷിയറിൽ വരുമ്പോൾ റെസിസ്റ്റൻസ് ടു ക്രാക്കിംഗ് വരുമ്പോൾ നമുക്ക് വരുന്ന വാല്യൂ 17 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇതേ കോഡിൽ നിന്നുള്ള ഇതേ പോർഷന്റെ വേറൊരു ചോദ്യം കൂടെ ചോദിച്ചിട്ടുണ്ട്. The permissible concrete stress and tension due to bending of M40 in calculation relating to resistance of cracking as per IS 3370 1965. അതായത് ഒരു കോഡിന്റെ ഒരേ പാർട്ടിൽ നിന്ന് തന്നെ 2 ചോദ്യങ്ങളാണ് നമുക്ക് വന്നിരിക്കുന്നത്. സോ ഇതിന് ആൻസർ നമുക്ക് വരുന്നത് ഓപ്ഷൻ ബി ആണ്, 24 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ. The next question, the method of pre-stressing concrete in which the tendons are tensioned before concreting. Concreting ന് മുമ്പേ ടെൻഷൻ അപ്ലൈ ചെയ്യുന്നത് ഏതിലാണ്? Pre-tension. So answer is option A, pre-tension. Now question number 81. Dry density of a soil sample is defined as the ratio. Geotechnical engineering questions ആണ് നമുക്ക് ഇനി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഡ്രൈ ഡെൻസിറ്റിയുടെ ഡെഫിനിഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ നമുക്കറിയാം ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. മാസ് ഓഫ് ദി സോയിൽ സോളിഡ്സ് ടു ദി ടോട്ടൽ വോളിയം ഓഫ് ദി സോയിൽ സാമ്പിൾ, ദാറ്റ് ഈസ് നോൺ ആസ് ഡ്രൈ ഡെൻസിറ്റി. The next question, direct question ആണ്. Which of the following can be used as a unit of coefficient of permeability? Coefficient of permeability യുടെ യൂണിറ്റ് ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ ഓപ്ഷൻ എ ആണ്, സെന്റിമീറ്റർ പെർ സെക്കൻഡ് ആണ്. Now question number 83. Which of the following is an incorrect statement as per more strength theory? GT-യിലെ ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. നമുക്ക് വായിക്കുമ്പോഴറിയാം. ഇൻകറക്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. When soil material is subjected to 3-dimensional principal stresses, the failure criterion is dependent on intermediate principal stress. അപ്പോൾ അത് നമുക്കൊരു ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ബാക്കി എല്ലാം നമ്മുടെ മോസ് തിയറി വെച്ചിട്ട് കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ സി ഇസ് ദി ആൻസർ. The next question, question number 84. If a clay soil deposit is never been subjected to an effective pressure greater than an existing overburden pressure and completely consolidated under existing pressure is called. So the answer is normally consolidated test. So answer is option D.
Now, which of the following is the correct statement? ഇപ്പോൾ കഴിഞ്ഞ ഈ എക്സാംസ് ഒക്കെ നോക്കിയാലും ട്രെൻഡ് ചെയ്ത് വരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റൻ ആണ് which of the following statement is true അല്ലെങ്കിൽ which of the following statement is false. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണമെങ്കിൽ നമുക്ക് തിയറി വളരെ വളരെ തറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ കറക്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. For same density, fine-grained soil compacted, dry of optimum are more remediable or permeable than those compacted wet of optimum. So option B is the answer. The next question, failure of slope taken place due to. Slope failure due to നമ്മളെല്ലാം എപ്പോഴും പഠിക്കുന്ന കാര്യമാണ്. Slope failure is due to action of gravitational force, seepage force and excavation. So answer വരുമ്പോൾ option D, all of these. Now, question number 87. Failure is accompanied by tilting of footing in the case of. Footing tilting വരുന്ന failure ഏതാണെന്നാണ് ചോദ്യം. അത് നമ്മൾ failures പഠിക്കുന്നതാണ്. General shear failure, option B. The next question. Dash type of foundation is used to eliminate differential settlement in soil containing compressible lenses. നമ്മളിത് പറഞ്ഞാണ് ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റ് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? റാപ്പ് ഫൂട്ടിംഗ് ആണ് ഉപയോഗിക്കുന്നത്. സോറി, എലിമിനേറ്റ് ചെയ്യാനാണ്. ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റ് എലിമിനേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് റാഫ്റ്റ് ഫൂട്ടിംഗ്. Question number 89. A curve connecting all points of equal vertical pressure below the ground surface is called. നമുക്കറിയാം line joining places of same pressure is known as isobar. So option C is the answer. The next question, which of the following statement is true? ഇപ്പോൾ സോയിൽ മെക്കാനിക്സിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ടൈപ്പിൽ വരുന്നത്. സോ ഇതിൽ നമുക്കറിയാം കറക്റ്റ് ഓപ്ഷൻ നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. ഓപ്ഷൻ എ ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ആക്റ്റീവ് എർത്ത് പ്രഷർ. Question number 91. Dash is the instrument used in manual method of sports speed study. ആൻസർ ഇനോസ്കോപ്പ് ആണ്. ഇത് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ട്രാഫിക്കിൽ വരുന്നതാണ്. എളുപ്പമുള്ള ക്വസ്റ്റൻ ആണ്. ഓപ്ഷൻ ബി ഇനോസ്കോപ്പ്. The next is ideal transition curve for horizontal curve on highway is. ഇത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ സ്ഥിരം കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ ആൻസർ സ്പൈറൽ ആണ് ഐഡിയൽ ട്രാൻസിഷൻ കർവ് എന്ന് പറയുന്നത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. Now question number 93. Average loss in weight of aggregates to be used for pavement construction after 10 cycles of immersion in magnesium sulfate and dry shall not exceed. അപ്പോൾ നമുക്ക് വെയിറ്റ് ലോസിന്റെ കാര്യമാണ് പറയുന്നത്. സോ അത് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വാല്യൂ ആണ്. 18% ആണ് ആൻസർ. സോ ഓപ്ഷൻ സി 18%. Then next 94 ആണ്. Level of service representing capacity level of 2-lane rural highway without access control is. അപ്പോൾ ഇതിന് ആൻസർ ആയിട്ട് വരുന്നത് LOSE ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി. Now question number 95. Grade compensation is to be provided on a broad gauge railway track at a horizontal curve. അപ്പോൾ ഈ ഗ്രേഡ് കോമ്പൻസേഷന്റെ വാല്യൂസ് നമ്മൾ സാധാരണയായിട്ട് പഠിക്കുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൽ. സോ നമുക്ക് ബ്രോഡ് ഗേജിന് റെയിൽവേ ട്രാക്കിന് വരുന്നത് 0.04% per degree of curve. Option A is the answer. Then question number 96. What is the which of the following is not a navigational aid? So answer എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ബ്രേക്ക് വാട്ടേഴ്സ് ആണ്. Now question number 97. Dash method is used for tunneling in soft ground having water bearing straight. അപ്പോൾ വാട്ടർ ബിയറിംഗ് സ്ട്രേറ്റ് ഉള്ളിടത്ത് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് കംപ്രസ്ഡ് എയർ മെത്തേഡ് ആണ്. സോ ഓപ്ഷൻ സി is the answer. Then question number 98. The imaginary line designating a border around a town segregating a non-development zone is called. അപ്പോൾ അർബൻ പ്ലാനിങ്ങിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ക്ലാസ്സിൽ എടുക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഗ്രീൻ ബെൽറ്റ് ആണ്. Now question number 99. The strip of pavement joining runway to apron is called. അത് നമുക്ക് ഈസി ആയിട്ടുള്ളതാണ്. ഓപ്ഷൻ എ ടാക്സി വേ is the answer. So last question. The largest zone in a town is. ഇതും സെയിം അർബൻ പ്ലാനിങ്ങിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ലാർജസ്റ്റ് സോൺ ഇൻ എ ടൗൺ എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ സോൺ ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷന്റെ എൻഡിലേക്ക് നമ്മൾ വരികയാണ്. അപ്പൊ ഇനി
വരാൻ പോകുന്ന അപ്കമിങ് എക്സാംസിന്റെ ഒരു ലിസ്റ്റും കൂടി നമ്മൾ ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇനി വരുന്ന എക്സാംസിനും ഇപ്പൊ കണ്ട പോലെ ഒരുപാട് കോഡൽ പ്രൊവിഷൻസ് ഇപ്പോഴെല്ലാം ചോദിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ RCC ഒത്തിരി കോഡൽ പ്രൊവിഷൻസ് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ കോഡൽ പ്രൊവിഷൻസ് എല്ലാവരും ഒന്ന് പഠിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് IS 456 എന്നാണ് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത്. അപ്പൊ ഇനിയുള്ള എക്സാംസിനും നമ്മൾ അത് തന്നെ പ്രതീക്ഷിക്കാം. കോഡിൽ നിന്നുള്ള ചോദ്യങ്ങൾ കൂടുതൽ ഉണ്ടാവും. അതുപോലെ പ്രോബ്ലംസും കൂടുതൽ ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ഡേറ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ള 3 എക്സാംസ് ആണ് ഇതിൽ കാണുന്നത്. നവംബർ 4-നും നവംബർ 26-നും ഉണ്ട്. പിന്നെ ബാക്കി ഡേറ്റ് പബ്ലിഷ് ചെയ്യാത്ത എക്സാംസും ഉണ്ട്. അപ്പൊ ഈ എല്ലാ എക്സാംസിനും നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റട്ടെ. എല്ലാവർക്കും തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു.